ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ പറഞ്ഞല്ലോ, അല്ലാഹു തന്നെ പറഞ്ഞല്ലോ സൂറത്തു സ്വാദിൽ, ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി വഖലീലും മാഹും. സത്യവിശ്വാസം ഉണ്ടാവുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവര്, വഖലീലും മാഹും, അവരാണെങ്കിലോ വളരെ കുറച്ചല്ലേ ഉള്ളൂ. ഈമാൻ ഉണ്ടാവുകയും സത്യവിശ്വാസം ഉണ്ടാവുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ അവര് കുറച്ചല്ലേ എന്നല്ലേ അള്ളാഹു പറഞ്ഞത്. അക്കൂട്ടത്തിൽ എന്നെ പെടുത്തേണമേ. ഈമാൻ ഉണ്ടാവുകയും സൽക്കർമ്മിയായി ജീവിക്കുകയും ചെയ്യാൻ കഴിയുന്നവനാക്കി തരേണമേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞില്ല. സൂറത്തു സബയിൽ അല്ലാഹു പറഞ്ഞുവല്ലോ, അമീറുൽ മുഅ്മിനീൻ വഖലീലും മിൻ ഇബാദിയശ് ശകൂർ. എൻ്റെ അടിമകളിൽ നന്ദി ചെയ്യുന്ന ആളുകൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ. അല്ലാഹു പറഞ്ഞല്ലോ, വഖലീലുൻ, കുറച്ചുള്ളൂ, മിൻ ഇബാദി, എൻ്റെ അടിമകളിൽ നിന്ന്, അശ്ശകൂർ, അള്ളാഹുവിന് ശരിക്കും നന്ദി പറയുന്ന ആളുകള് എൻ്റെ ഉമ്മത്തിൽ കുറച്ചല്ലോ. അള്ളാഹുവിൻ്റെ അബ്ദുകളിൽ, അടിമകളിൽ കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് അമീറുൽ മുഅ്മിനീനെ ഞാൻ ചോദിക്കുകയാണ്, അല്ലാഹുമ്മ ജഅൽനി മിനൽ ഖല്ലീൻ, ഈമാൻ ഉണ്ടാകുന്നവരിൽ, ഈമാനും സൽക്കർമ്മവും ഉണ്ടാകുന്നവരിൽ, അല്ലാഹുവേ നിനക്ക് ശരിയാം വണ്ണം നന്ദി ചെയ്യുന്നവരിൽ എന്നെ പെടുത്തി തരേണമേ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു അറിയാതെ പറഞ്ഞു പോയത്രേ, ഉമറേ കുല്ലുന്നാസി അഫ്ഖഹു മിൻക യാ ഉമർ, ഉമറേ നിന്നെക്കാളും ജനങ്ങൾക്ക് വിവരമുണ്ട് ഉമറേ എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ എന്നവർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഈ വാക്കിനെ 3 ആയത്തുകൾ വെച്ച് വിശദീകരിച്ചു കൊടുക്കുന്നു. അല്ലാഹു കുറച്ച് എന്ന് പറഞ്ഞ വിഭാഗങ്ങൾ, നന്ദി ചെയ്യുന്നവര് വളരെ കുറച്ചുള്ളൂ. വഖലീലും മിൻ ഇബാദിയശ് ശകൂർ. അജിബ്തു ലിൽ മുസ്ലിമി, മുസ്ലിമായ ഒരു മനുഷ്യന്റെ കാര്യം അത്ഭുതമല്ലോ. ഇദാ അസ്വാബതുഹു മുസീബത്തുൻ ഇഹ്തസബ വസബറ. മുഅ്മിനായ മനുഷ്യന് പ്രയാസങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും. പ്രയാസങ്ങളില്ലാത്ത ഒരു ജീവിതം അത് സ്വർഗത്തിലേ ഉണ്ടാവുകയുള്ളൂ. സ്വർഗത്തിലാണ് ബുദ്ധിമുട്ടില്ലാത്തൊരു ജീവിതം ഉണ്ടാകൂ. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്തീമാ. അവിടെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകില്ല, വേദനിപ്പിക്കുന്ന വാക്കുകൾ ആരും ആരെക്കുറിച്ചും പറയില്ല, അനാവശ്യമായതൊന്നും അവിടെ കേൾക്കേണ്ടി വരികയില്ല. പക്ഷെ ഭൂമി അങ്ങനെയല്ല. ഭൂമി മുസീബത്തുകൾ, ഇബ്തിലാഉകൾ, ബലാഉകൾ അല്ലാഹു നിശ്ചയിച്ച ലോകമാണിത്. അസുഖം കൊണ്ട്, മാനസികമായ പ്രയാസം കൊണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട്, ചുറ്റുപാടുകളുടെ പ്രതിസന്ധികൾ കൊണ്ട്. നബി തങ്ങൾ പറയുന്നു, അജിബ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അജിബ്തു ലിൽ മുസ്ലിം, മുസ്ലിമായ ഒരു മനുഷ്യന്റെ കാര്യം എത്ര അത്ഭുതമാണ്, അത്ഭുതമാണ്. എന്തേ അത്ഭുതമാവാൻ കാരണം? ഇദാ അസ്വാബതുഹു മുസീബത്തുൻ ഇഹ്തസബ വസബറ. ഏതെങ്കിലും ഒരു മുസീബത്ത് വരുമ്പോൾ അവൻ അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുകയും ക്ഷമിക്കുകയും ചെയ്യും. നമുക്കത് തടുക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ അല്ലാഹുവിന്റെ ഖളാഇന്റെ മുമ്പിൽ ഒരു പാവയെ പോലെയല്ലേ. അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുമ്പോൾ നമ്മൾ ക്ഷമിക്കാൻ കടപ്പെട്ടവരാണ്. അതോടൊപ്പം ഇഹ്തസബ, ആ ക്ഷമയിൽ അല്ലാഹുവേ നീ പ്രതിഫലം നൽകുമല്ലോ എന്ന് പ്രതീക്ഷിക്കേണ്ടവരാണ്. വഇദാ അസ്വാബഹു ഖൈറുൻ ഹമിദല്ലാഹ വശകർ. ഒരു നന്മയുണ്ടാവുകയാണെങ്കിൽ മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിനെ സ്തുതിക്കുകയും അല്ലാഹുവിന് നന്ദി പറയുകയും ചെയ്യും. ഇന്നൽ മുസ്ലിമ യുജറു ഫീ കുല്ലി ഷൈഇൻ ഹത്താ ഫിൽ ലുഖ്മതി യർഫഉഹാ ഇലാ ഫീഹ്. മുഅ്മിനായ മനുഷ്യന് എല്ലാറ്റിലും അല്ലാഹു പ്രതിഫലം നൽകുന്നുണ്ടല്ലോ. എത്രത്തോളം അവനവന്റെ വായയിലേക്ക് അവനൊരു ഭക്ഷണം എടുത്തു വെക്കുമ്പോ, വെള്ളം കുടിക്കുമ്പോ, ചായ കുടിക്കുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, അതിലുപോലും അല്ലാഹുവേ എനിക്ക് ആരോഗ്യം വേണം, ആരോഗ്യമുണ്ടെങ്കിലല്ലേ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയൂ. അല്ലാഹുവേ ആരോഗ്യം നിനക്ക് ഇഷ്ടമാണല്ലോ. ഇന്നല്ലാഹ, അല്ലാഹുവിന് ഇഷ്ടമാണ്. അല്ലാഹു തആലക്ക് അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ് വഫീ കുല്ലിൻ ഖൈർ. ആരോഗ്യമുള്ളവനെയാണ് ആരോഗ്യമില്ലാത്തവനേക്കാളും അല്ലാഹുവിന് ഇഷ്ടം. സത്യവിശ്വാസികളിൽ 2 പേരിലും നന്മയുണ്ടെങ്കിലും വഫീ കുല്ലിൻ ഖൈർ, രണ്ടുപേരിലും നന്മയുണ്ട്. പക്ഷേ ആരോഗ്യമുള്ളവന്റെ നന്മ അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ്.
അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നു റബ്ബേ, എനിക്ക് ആരോഗ്യമുണ്ടാവാൻ വേണ്ടി. ആ ഭക്ഷണത്തിൽ അത് ഇബാദത്തിന്റെ കൂലി അല്ലാഹു നൽകും. വെറുതെ കഴിച്ചു, വെറുതെ ഭക്ഷണം കഴിച്ചു, നിയ്യത്തൊന്നും ഉണ്ടായില്ല, വിശപ്പ് മാറും, പരിപോഷണവും സിദ്ധിച്ചേക്കാം, പക്ഷെ കൂലി കിട്ടൂല. കൂലി കിട്ടണമെങ്കിൽ ആ ഒരു നിയ്യത്ത് വേണം. എത്രത്തോളം അല്ലാഹു നൽകുന്ന നന്മയാണ് മുഅ്മിനായ മനുഷ്യന്. അല്ലാഹു തആല എല്ലാറ്റിലും നന്മയാണ്. സങ്കടമുണ്ടാകുമ്പോ ക്ഷമിക്കുമ്പോ കൂലി, നന്മയുണ്ടാകുമ്പോ ശുക്ർ ചെയ്യുമ്പോ കൂലി. അജബൻ അജബൻ ലി അംരിൽ മുഅ്മിൻ. വേറെ ഹദീസിന്റെ വാക്ക് അങ്ങനെയാണ്, അജിബ്തു ലിൽ മുസ്ലിമി. അങ്ങനെയുമുണ്ട്. മുഅ്മിനായ മനുഷ്യനെ ഓർക്കുമ്പോൾ അത്ഭുതമാണ്, അത്ഭുതമാണ്. അവന് എല്ലാറ്റിലും അവന് കൂലിയുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ പറയുമായിരുന്നു, ലിയത്തഖിദ് അഹദുക്കും ഖൽബൻ ഷാകിറാ വലിസാനൻ ദാകിറാ വസൗജതൻ മുഅ്മിനതൻ തുഹു അലാ അംരിൽ ആഖിറഹ്. നമ്മളോടുള്ള നിർദ്ദേശമാണിത്. ലിയത്തഖിദ് അഹദുക്കും ഖൽബൻ ഷാകിറ. നിങ്ങൾ ഓരോരുത്തരും നന്ദിയുള്ള ഒരു ഹൃദയം ഉണ്ടാവണം. ഹൃദയത്തിൽ നന്ദിയുണ്ടാകുമ്പോഴേ ആ നന്ദി പ്രകടനങ്ങളിൽ, വാക്കുകളിൽ, കർമ്മങ്ങളിൽ പ്രതിഫലിക്കുകയുള്ളൂ. ഖൽബിൽ വേണം. നമ്മൾ ഓരോരുത്തർക്കും ഹൃദയത്തിൽ നന്ദി വേണമെന്ന്. ലിയത്തഖിദ് അഹദുക്കും ഖൽബൻ ഷാകിറ വലിസാനൻ ദാകിറ. നിങ്ങൾ ദിക്ർ ചെയ്യുന്ന നാവ് നിങ്ങൾക്കുണ്ടാവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹൃദയത്തിനുള്ളിൽ അല്ലാഹുവിനോട് നന്ദി, പ്രപഞ്ച സൃഷ്ടാവിനോട് നന്ദി. അല്ലാഹുവേ, നിനക്കല്ലയോ മഹാമിദുകൾ മുഴുവനും, എല്ലാവിധ ശുക്റും എല്ലാ നന്മയും അല്ലാഹുവേ നിനക്ക് മാത്രമാണല്ലോ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മുത്തുനബി തങ്ങൾ, ഖയ്യിദൂ നിഅമല്ലാഹി ബിശുക്രിഹി, അല്ലാഹുവിന്റെ നിഅമത്തുകളെ, അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങളെ നിലനിർത്താനുള്ള പോംവഴിയായി പറഞ്ഞത് നന്ദി ചെയ്യലാണ്. നന്ദി ചെയ്താൽ നമ്മുടെ ആരോഗ്യം, നമ്മുടെ നിഅമത്ത്, നമ്മുടെ മനസ്സമാധാനം അല്ലാഹു നിലനിർത്തി തരുമത്രേ. ഖയ്യിദൂ നിഅമല്ലാഹി ബിശുക്രിഹി. അല്ലാഹുവിനെ ശുക്ർ ചെയ്യണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ജഅഫർ ഇബ്നു മുഹമ്മദ് എന്ന മഹാൻ, താബിഈങ്ങൾക്ക് ശേഷം വന്ന ജഅഫർ ഇബ്നു മുഹമ്മദ് എന്നവരെ, അദ്ദേഹത്തിന്റെ ആകെ ഉണ്ടായിരുന്ന ഒരു വാഹനം അതൊരു ബഗ്ല, ഒരു കോവർ കഴുതയായിരുന്നു. ആ കഴുത നഷ്ടപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുവേ, ഇൻ റദ്ദഹ അല്ലാഹു അലയ്യ ലഅഹ്മിദന്നഹു ബിമഹാമിദ യർളാഹാ. എൻ്റെ ആ നഷ്ടപ്പെട്ടു പോയ വാഹനം, എൻ്റെ കഴുത, എൻ്റെ കോവർ കഴുത, അതെങ്ങാനും എനിക്ക് തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഞാൻ അല്ലാഹുവിന് ഒരുപാട് നന്ദി പറയും, ഒരുപാട് നന്ദി പറയും. യർളാഹാ, ആ നന്ദി വചനം കേൾക്കുമ്പോൾ അല്ലാഹുക്ക് തൃപ്തിയാവുക തന്നെ ചെയ്യും. അത്രക്ക് ഞാൻ നന്ദി പറയും. റബ്ബേ, എൻ്റെ ആ കഴുതയെ, എൻ്റെ വാഹനം എനിക്കൊന്ന് തിരിച്ചു കിട്ടണമേ. ഞാൻ അങ്ങനെ അത്രക്ക് നന്ദി പറയും അല്ലാഹുവിനോട്. അങ്ങനെ ഇരിക്കുമ്പോൾ ദുആക്ക് ഉത്തരം കിട്ടുന്നു. ആ കഴുത അതേപോലെ അതിന്റെ മീതയുള്ള അതിന്റെ ജീനി, അതിന്റെ മീതെ ഉടുന്ന വസ്ത്രം, ആ കഴുതയുടെ എല്ലാം, അതിലൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതിന്റെ മൂക്ക് കയറടക്കം, അതിന്റെ മേൽ ഇരിക്കാനുള്ള സീറ്റടക്കം. ആ കഴുത തിരിച്ചു വന്നപ്പോ മഹാനായ ജഅഫർ ഇബ്നു മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ആ കഴുതപ്പുറത്ത് കയറി നിന്ന് തന്റെ വസ്ത്രമെല്ലാം കൂട്ടിപ്പിടിച്ച് ആകാശത്തേക്ക് കൈ പറയുകയാണ്, അൽഹംദുലില്ലാഹ്. സ്വീകരിക്കട്ടെ, അല്ലാഹു അദ്ദേഹത്തിന് ഖൈർ പകരം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അത് ധാരാളമാണ്. പിന്നെ ഒരാളെടുത്ത് ഒരുപാട് പൊക്കി വെക്കേണ്ട ആവശ്യമില്ല, അതന്നെ ധാരാളമാണ്. ജസാഖല്ലാഹു ഖൈറാ, നിങ്ങൾക്ക് അല്ലാഹു ഖൈർ പകരം തരട്ടെ എന്ന് പറഞ്ഞാൽ ഫഖദ് അബ്ലഗ ഫി ഥനാ,
മനുഷ്യരോട് നന്ദി ചെയ്യുന്നവരാണ് അല്ലാഹുവിനോട് നന്ദി ചെയ്യുന്നത്. മനുഷ്യരോട് നന്ദി ചെയ്യാത്തവൻ അല്ലാഹുവിനോട് നന്ദി ചെയ്യുന്നില്ല എന്ന് നബികൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ ആ ചർച്ചയിലേക്ക് വരാനുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ലിയത്തഖിദ അഹദുകും ഖൽബൻ ഷാകിറാ വലിസാനൻ ذاكرا وزوجة مؤمنة تعينه على أمر الآخرة. നിങ്ങൾ ഓരോരുത്തർക്കും 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെക്കണം. ഒന്ന്, ഹൃദയം, രണ്ട്, അല്ലാഹുവിനെ ഓർക്കുന്ന ഒരു നാവ്, ദിക്ർ ചൊല്ലുന്ന നാവ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരു ഭാര്യ, ഒരു ഇണ, പരലോകത്തിന്റെ വിഷയങ്ങളിലേക്ക് സഹായിക്കുന്ന ഒരു ഭാര്യ. അങ്ങനെ പോകല്ലേ അവിടെ ദിക്ർ അല്ലെങ്കിൽ ദീനി പരിപാടി നടക്കും, ആർക്കും കാണുന്നില്ല. പക്ഷെ മഹർസയുടെ വിഷയങ്ങളിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. താല്പര്യം ദീനിന്റെ വിഷയത്തിൽ സഹായിക്കുന്ന ഒരു ഭാര്യ, അത് നിങ്ങൾക്ക് വേണമേ. നന്ദി ചെയ്യുന്ന ഒരു ഹൃദയം വേണം, അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലുന്ന നാവും വേണം. ഇതൊരു സത്യവിശ്വാസി പുരുഷന്മാർ നിർബന്ധമായും സമ്പാദിച്ചു വെക്കേണ്ട സമ്പാദ്യമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മനുഷ്യരോട് ശുക്ർ ചെയ്യുന്നവനാണ്. നമ്മൾ എങ്ങനെ ഈ ലോകത്ത് വന്നു? ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ. പറയപ്പെടാവുന്ന ഒരു വസ്തുവേ അല്ലാതിരുന്ന ഒരു കാലം മനുഷ്യ നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ലയോ? നിങ്ങൾ ജനിച്ചതിൻ്റെ ഒരു 9 മാസം 10 മാസം മുമ്പത്തേക്ക് ആലോചിച്ചാൽ പറയപ്പെടാവുന്ന ഒരു സംഗതിയെ ആയിരുന്നില്ലല്ലോ നമ്മളാരും. അല്ലാഹുവല്ലയോ ശരീരവും ചിന്തയും ആരോഗ്യവും ചുറ്റുപാടുകളും ശ്വസിക്കാനുള്ള ഓക്സിജനും കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണവും കൂട്ടുകാരും കുടുംബവും ഒക്കെ തന്നത് ആരാണ്? സർവേശ്വരനായ അല്ലാഹുവല്ലയോ? ആ തമ്പുരാനോട് നന്ദി നമ്മൾ അങ്ങോട്ട് കാണിക്കാൻ എത്ര കടപ്പെട്ടവരാണ്. സ്വന്തം പിഞ്ചു കുഞ്ഞായിരുന്ന കാലം മുതൽ പോറ്റി വളർത്തി വലുതാക്കി +2 ഡിഗ്രിയും കഴിഞ്ഞ് കണ്ടവരുടെ കൂടെ ഇറങ്ങി ഓടിക്കളയുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ പോലും വലിച്ചെറിഞ്ഞ് മതം മാറിപ്പോകുമ്പോ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഭർത്താവായിട്ട് സ്വീകരിക്കാൻ പാടില്ലാത്തവന്റെ കൂടെ അവള് സ്വന്തം തീരുമാനമെടുത്ത് ഓടുമ്പോ, കോടതി വരാന്തകളിൽ ഉമ്മമാരുപ്പമാര് തലകറങ്ങി വീഴുമ്പോ പറഞ്ഞു പോകാറില്ലേ, നന്ദികേടല്ലേ മിനിമമാ ചെയ്തത്? ഉമ്മയോട് വാപ്പയോട് ചെയ്ത് നന്ദികേടല്ലേ? തീർച്ചയായും ഏറ്റവും വലിയ നന്ദികേട്. ആ സങ്കടം, ആ ഒരു വേദന ജീവിതത്തിൽ എങ്ങനെയാണ് മായ്ച്ചെടുക്കാൻ കഴിയുക? എങ്ങനെയാണ് ഇല്ലായ്മ ചെയ്യാൻ കഴിയുക? മനുഷ്യനോട് അല്ലാഹു കരാറ് ചെയ്ത വിഷയം വസിയ്യത്ത് ചെയ്തത് അവനവന്റെ മാതാപിതാക്കൾ. അവരെ നിങ്ങൾ ശ്രദ്ധിക്കണേ. അനിഷ്കുർലി വലിവാലിദൈക്, എന്നോട് നന്ദി പറയണം, നിന്റെ മാതാപിതാക്കളോടും നന്ദി ചെയ്യണം. അല്ലാഹു പറയാൻ മാതാപിതാക്കളോട് നന്ദി, അല്ലാഹുവിനോട് നന്ദി. മാതാപിതാക്കൾ ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ വരാനുള്ള ഭൗതിക കാരണമാണെങ്കിൽ ആ കാരണമുണ്ടാക്കിയവൻ അല്ലാഹുവാണ്. മാതാപിതാക്കൾ നമ്മുടെ ജന്മത്തിന് കാരണബിന്ദുവാണെങ്കിൽ എല്ലാം സംവിധാനിച്ചത് ആരാണ്? അല്ലാഹുവാണ്. ആ കാരണത്തോട് നന്ദി പറയണം. പിന്നെ കാര്യം നടത്തി തന്നവനോട് അനിഷ്കുർലി, നിങ്ങൾ എന്നോട് നന്ദി പറയണേ. വലിവാലിദൈക, നിങ്ങളുടെ മാതാപിതാക്കളോട്. വലിയ നന്ദികേടാണ് നമ്മുടെ മക്കളൊക്കെ ചെയ്തു കൂട്ടുന്നത്. എങ്ങനെയാണ് ആ പാപങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുക? അല്ലാഹു ഒരു ബുദ്ധിമോശമോ ഇതുപോലെയുള്ള അബദ്ധങ്ങളോ ഒന്നും ഇനി ഒരിക്കലും നമ്മുടെ ഉമ്മത്തിൽ നടക്കാതെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് അല്ലാഹുവിനോട് ദുആ ഇരക്കുകയാണ്. സർവശക്തനായ അല്ലാഹു മനുഷ്യർക്ക് നന്ദി പറയാൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരോട് മാതാപിതാക്കളോട് നന്ദി പറയാൻ പറഞ്ഞു. മനുഷ്യരോട് സ്രഷ്ടാവിനോട് നന്ദി ചെയ്യാൻ വേണ്ടി പറഞ്ഞു. സ്രഷ്ടാവ് മനുഷ്യരോട് ഇങ്ങോട്ട് നന്ദി ചെയ്യുന്നവനുമാണത്രേ. ഫശക്കറല്ലാഹു സഅയ. അറിയുമോ, ഹബീബായ നബി തങ്ങൾ പറയുന്നു, നസഅ റജുലുൻ ലം യഅമൽ ഖൈറൻ ഖത്തു ഉസ്ന ഷൗകിൻ അനി ത്വരീഖ്. ഒരു നന്മയും ചെയ്യാത്ത ഒരാള് വഴിയിലൂടെ വരുമ്പോൾ ഒരു കുപ്പിശില്ല് കണ്ടു, കൈകൊണ്ടെടുത്തു മാറ്റി. ഒരു മുള്ള് കണ്ടു, കൈകൊണ്ടെടുത്തു മാറ്റി. ഒരു ആണി കണ്ടൊരു പലകയിൽ ആണി, വാഹനങ്ങളൊക്കെ ഓടുന്നതല്ലേ, ടയർ പഞ്ചറായി പോവണ്ട, ഒന്ന് എടുത്തു മാറ്റുക, അതങ്ങ് എടുത്തു മാറ്റി. റോളർ, എന്തെങ്കിലും ഒരു കല്ല് റോഡിൽ വീണ് കിടക്കുന്നു, പടച്ചവനെ
രാത്രി വല്ല ബൈക്കുകാർ വന്നാൽ ഈ കല്ലിൽ കയറി അപകടം സംഭവിക്കൂലേ, ഞാനൊന്ന് വണ്ടി നിർത്തി അതൊന്ന് എടുത്തു മാറ്റട്ടെ. ഒരു കല്ല് നമ്മുടെ കൈ കൊണ്ട് എടുത്തു മാറ്റി. എന്തെങ്കിലും യാത്രയിൽ വരുന്ന പ്രയാസങ്ങൾ വഴിയിൽ നിന്നൊരാൾ എടുത്തു മാറ്റുന്ന പോലെ അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലം യഅമൽ ഖൈറൻ ഖത്തു, വേറെ ഒരു നന്മയും ആ മനുഷ്യൻ ചെയ്യാറില്ല. ആകെ ഒരു മുള്ളെടുത്ത് മാറ്റിയിട്ടുള്ള ഒരു വഴിയിൽ നിന്ന് ഖുസ്ന ഷൗകിൻ അനിത്വരീഖ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു ഫശകറല്ലാഹു ലഹ്, അല്ലാഹു ആ മനുഷ്യനോട് നന്ദി ചെയ്തു. ബിഹാ, അല്ലാഹുവിന്റെ നന്ദി എന്നത് നന്മകൾക്ക് പ്രതിഫലം നൽകലാണ്. ഫഅദ്ഖലഹുൽ ജന്ന, ആ മനുഷ്യൻ അല്ലാഹു സ്വർഗ്ഗപ്രവേശം സാധ്യമാക്കി കൊടുത്തു. അയാൾ സ്വർഗ്ഗവാസിയായി മാറി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസ് നമ്മളൊക്കെ ധാരാളം കേട്ടു പരിചയമുള്ളത്. ദാഹിച്ചു പരവശനായ ഒരാൾ ബൈനമാ റജുലുൻ യംശി ഫഷ്തദ്ദ അലൈഹിൽ അതശ് ഫനസല ബിഅറൻ ഫശരിബ മിൻഹാ, ദാഹാർത്തനായിട്ട് ഒരു കിണർ കണ്ട് അതിലേക്ക് ഇറങ്ങേണ്ടി വന്ന് ബക്കറ്റും കോരിയൊന്നുമില്ല, കയറൊന്നുമില്ല, അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് വെള്ളം കുടിച്ച് പുറത്തു വന്നപ്പോഴുണ്ട് ഫഇദാ ഹുവ ബികൽബിൻ യൽഹസു യഅകുലു ثرى من العطش, ഒരു നായ നനവുള്ള വെള്ളം ആ മണ്ണ് നാവ് കൊണ്ട് നക്കി തുടക്കുന്നത് കണ്ടപ്പോ അയാൾ ചിന്തിച്ചു പോയി, ലഖദ് ബലഗ ബിഹാദാ മിസ്ല മാ ബലഗ ബി, എനിക്ക് ദാഹിച്ച പോലെ ഈ ജീവിക്ക് ദാഹിച്ചിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കുകയും തന്റെ ഷൂ മാത്രം ആ നായക്ക് കൊടുക്കാൻ ഷൂവിൽ വെള്ളം നിറച്ചിട്ട് ഫമലഅ ഖുഫഹു, തന്റെ ഖുഫയിൽ വെള്ളം നിറച്ചിട്ട് വായ കൊണ്ട് കടിച്ചു പിടിച്ച് കിണറിൽ നിന്ന് മേലോട്ട് കയറി വന്ന് സുമ്മ റഖാ, മേലെ കയറി വന്ന് ഫസഖൽ കൽബ, ആ നായക്ക് വെള്ളം കൊടുത്തു. ഫശകറല്ലാഹു ലഹ്, അല്ലാഹു അതിന് നന്ദി ചെയ്തു. അല്ലാഹു അതിന് ആ മനുഷ്യനോട് ശുക്ർ ചെയ്തു. എന്നാൽ അല്ലാഹു അത് സ്വീകരിച്ചു. ഫഗഫറ ലഹ്, ആ മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു എല്ലാം മാപ്പാക്കി കൊടുത്തു. സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ലനാ ഫിൽ ബഹായിമി ലഅജ്റാ, ജീവികൾക്ക് ജന്തുക്കൾക്ക് വല്ലതും കൊടുത്താൽ കൂലി കിട്ടുമോ നബിയെ? നായക്ക് വെള്ളം കുടിപ്പിച്ചപ്പോ അയാൾക്കല്ല പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞപ്പോ സ്വഹാബികൾക്കൊരു അത്ഭുതം. അതൊരു മനുഷ്യനല്ലല്ലോ, ഒരു നായക്കല്ലേ. وَإِنَّ لَنَا فِي الْبَهَائِمِ لَأَجْرًا, നമ്മുടെ മർഹൂം ഷെയ്ഖുൽ മർഹൂം കന്യാല മൗല തങ്ങളുടെ ഖദ്ദസല്ലാഹു സിറയുടെ മകൻ സ്വാലിഹ് മൗല അവരുകളാണ്. സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, വഇന്ന ലനാ ഫിൽ ബഹായിമി ലഅജ്റാ, നബിയേ, ജീവികൾക്ക് ഭക്ഷണം കൊടുത്താൽ കൂലിയുണ്ടോ? നമ്മൾ ബാക്കിയുള്ള ഭക്ഷണം കോഴികൾ തിന്നോട്ടെ, ചോറ്, ആടുകൾ, കഞ്ഞി പശുക്കൾക്ക് കൊടുക്കാം. നമ്മൾ ആ കൊടുക്കുന്നത് വളരെ നല്ലതാണ്, ഒരിക്കലും ഭക്ഷണം വേസ്റ്റ് ആക്കരുത്. കൂടെ ഒരു നിയ്യത്ത്, പടച്ചവനെ ഈ ജന്തുക്കൾക്ക് കൊടുത്താലും കൂലിയുണ്ടല്ലോ, അപ്പൊ അതിന് കൂലിയായി. ഭക്ഷണം വേസ്റ്റ് ആവാണ്ട് ഒരാൾക്ക്, ഒരു ജീവിക്ക് ഉപകാരവും കിട്ടി, വിശപ്പും അടങ്ങി, നമുക്ക് കൂലിയും കിട്ടി. നീയത്ത് വേണം കർമ്മങ്ങളിൽ. പടച്ചവനെ കോഴിക്ക് തീറ്റ കൊടുത്താലും പ്രാക്കൾക്ക് തിന്നാൻ കൊടുത്താലും കൂലിയുണ്ടല്ലോ. സ്വഹാബികൾ ചോദിച്ചതാണ്, വഇന്ന ലനാ ഫിൽ ബഹായിമി ലഅജ്റാ ഖാല ഫീ കുല്ലി കബിദിൻ റതുബത്തിൻ അജ്ർ, എല്ലാ നനവുള്ള കരളുള്ള ജീവി എന്ന് പറഞ്ഞാൽ ജീവനുള്ളതിന്, എല്ലാ ജീവനുള്ളതിന് നന്മ ചെയ്താലും അല്ലാഹു കൂലി കൊടുക്കുന്നു എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫശകറല്ലാഹു ലഹ്, അല്ലാഹു മനുഷ്യരോട് ശുക്ർ ചെയ്തു എന്ന് തോന്നിപ്പിക്കുന്ന വാക്കുകൾ ഹദീസിലുണ്ട്. അല്ലാഹുവിന്റെ നന്ദി, അല്ലാഹു പ്രതിഫലം നൽകലാണ്, അല്ലാഹു അമലുകൾ സ്വീകരിക്കുക എന്നതാണ് അതിനർത്ഥം. മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം അത്ഭുതമല്ലേ? എല്ലാം അത്ഭുതമാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുത്തുനബി തങ്ങൾ എങ്ങനെയാണ് നന്ദി ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു. അൽ ഇബാദ, നമ്മുടെ ഇബാദത്തുകളാണ് അല്ലാഹുവിന് നന്ദി ചെയ്യാനുള്ള ഒരു മാർഗം. ഇബാദത്താണ് നമ്മുടെ നിസ്കാരങ്ങള്, നമ്മുടെ ഇബാദത്ത്, നമ്മുടെ സ്വതക്കകള്, ദാനധർമ്മങ്ങള്. നിസ്കാരം മുത്തുനബി തങ്ങളൊക്കെ നിസ്കരിച്ച് നിന്നിട്ട് കാലിൽ നീര് വന്നു എന്ന് പറഞ്ഞില്ലേ? 90 വയസ്സായ ഹബീബല്ലാതെ മുത്തുനബി തങ്ങൾക്ക് വഫാത്താകുമ്പോൾ 63 വയസ്സല്ലേ ഉള്ളൂ.
ഹബീബായ നബി തങ്ങൾക്ക് അതിനു മുമ്പേ കാലിൽ നീര് വരുമായിരുന്നു. നിന്നിട്ട് ഒരുപാട് നേരം നിന്നതിന്റെ പേരിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു പോയിട്ടുണ്ട്, നബിയേ, ഞങ്ങളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുകയാണെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട് നബിയേ. അങ്ങെന്തിനാണ് വിഷമിക്കുന്നത്? അങ്ങെന്തിനാണ് പ്രയാസപ്പെടുന്നത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. ഹബീബായ നബിയെ, അല്ലാഹു അങ്ങയുടെ പാപങ്ങൾക്കിടയിൽ സിത്ർ വെച്ചിട്ടില്ലേ? ഗഫറ ഐ സതറ. ഹബീബായ നബി, അങ്ങേക്ക് പാപങ്ങളില്ലല്ലോ, അങ്ങ് മഅസൂമല്ലേ, അങ്ങ് പാപസുരക്ഷിതരല്ലേ നബിയെ, അങ്ങ് എന്തിനിത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ ആയിഷ, അല്ലാഹുവിന് നന്ദി ചെയ്യണ്ടയോ? അഫലാ ഉഹിബ്ബു അൻ നകൂന അബ്ദൻ ശകൂറാ. അല്ലാഹുവിന് നന്ദി ചെയ്യണ്ടയോ ആയിഷ? അതുകൊണ്ട് നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങൾ, നമ്മുടെ ഫർള്, നമ്മുടെ റവാത്തിബ് സുന്നത്തുകൾ, ഖിയാമുൽ ലൈല്, തഹജ്ജുദ് എല്ലാം അല്ലാഹുവിന് നന്ദി ചെയ്യാനുള്ള വഴികളാണ്. ചെറുപ്പക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കാലിന്റെ മുട്ടുകൾക്ക് വേദന വരുന്നൊരു കാലം വരാനുണ്ട്. റുകൂഅ് ചെയ്യുമ്പോൾ ഊരവേദന വരും. അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ കാലും മടങ്ങാതെ വരും. ഒരുപാട് നേരം നിൽക്കുമ്പോൾ തല കറങ്ങുന്ന അവസ്ഥ വരും. ഉറക്കൊഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ആ വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പേ യൗവനത്തിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക. ആ ഒരു ഗോൾഡൻ ചാൻസ് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ വാർദ്ധക്യത്തിൽ വീണ്ടെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശബാബ്, യൗവനം അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കണേ. അല്ലാഹു നമ്മുടെ ഈ ഉമ്മത്തിലെ എല്ലാ യുവാക്കള്, യുവതികള്, വിദ്യാർത്ഥിനികൾക്ക് നമ്മൾ എല്ലാവർക്കും അല്ലാഹു ഇബാദത്തിന് തൗഫീഖ് നൽകട്ടെ. അതൊക്കെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രണ്ടാമത്തേത്, എങ്ങനെ ശുക്ർ ചെയ്യാം? അദ്ദുആ. അല്ലാഹുവിനോട് ദുആ ചെയ്യണം, നന്ദി പറഞ്ഞിട്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ മഹത്തായ ഒരു ദുആയുണ്ട്. ആ ദുആ ഇങ്ങനെയാണ്: അല്ലാഹുമ്മ റബ്ബി അഇന്നി വലാ തുഇൻ അലയ്യ. അല്ലാഹുവേ, നീ എന്നെ സഹായിക്കണേ, എനിക്ക് എതിരായി സഹായിക്കരുതേ. വൻസുർനി വലാ തൻസുർ അലയ്യ. എന്നെ സഹായിക്കണേ, എന്റെ ശത്രുക്കളെ സഹായിക്കല്ലേ. വംകുർലി വലാ തംകുർ അലയ്യ. അല്ലാഹുവേ, എനിക്ക് അനുകൂലമായി റബ്ബേ നീ വളരെ തന്ത്രപരമായി ഇടപെടണമേ, അതെന്റെ ശത്രുക്കളുടെ കൂടെയാവരുതേ. വഹ്ദിനി വയസ്സിർലി ഹുദായലി. സന്മാർഗം നൽകണേ, സന്മാർഗം എളുപ്പമാക്കി നൽകണേ തമ്പുരാനെ. വൻസുർനി അലാ മൻ ബഗാ അലയ്യ. അല്ലാഹുവേ, എന്നോട് ആരെല്ലാം അതിക്രമങ്ങൾ ചെയ്തിട്ടുണ്ടോ, വൻസുർനി, എന്നെ സഹായിക്കണേ തമ്പുരാനെ. വൻസുർനി അലാ മൻ ബഗാ അലയ്യ. നോക്കണം, നമ്മളാരും ഒരു ശത്രുക്കളോടും, നമ്മളാരും ഒരു ശത്രുവിനോടും പ്രതികാരം ചോദിക്കരുത്. പ്രതികാരം അല്ലാഹു ചോദിക്കുമ്പോൾ അതിന്റെ കണക്കനുസരിച്ച് അല്ലാഹു ചോദിക്കും. നമ്മളെ വേദനിപ്പിക്കുന്നവരെ ജീവിതത്തിൽ ഓരോരുത്തർക്കും അനുഭവങ്ങൾ ഉണ്ടാവില്ലേ, നൂറുകണക്കിന്. ആ വാക്കുകൾ പറഞ്ഞവരെ, വിഷമിപ്പിച്ചവരെ, നോവിച്ചവരെ, നോവിച്ചു കൊണ്ടിരിക്കുന്നവരെ നമ്മളാരും അവർക്കെതിരെ ഒന്നും പറയണ്ട. നമ്മളാരും അവരെ തിരിച്ചു നോവിക്കുകയും വേണ്ട. ഒരൊറ്റ ദുആ, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. ഹസ്ബിയല്ലാഹു അലൈഹി, അതൊരാണാണെങ്കിൽ. ഹസ്ബിയല്ലാഹു അലൈഹ, ഒരു പെണ്ണാണെങ്കിൽ, റബ്ബേ, അവളുടെ വിഷയം അത് നീയായിട്ട് എനിക്ക് പരിഹരിക്കണേ. അവന്റെ വിഷയം, അവന്റെ ഭാഗത്തുണ്ടാകുന്ന ദുൽമ്, അക്രമങ്ങള് നീയായിട്ട് പരിഹരിക്കണേ. ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ എന്ന് ഒരക്രമത്തിന് വിധേയമായി മാനസികമോ ശാരീരികമോ സാമ്പത്തികമോ ആയ ഒരനീതിക്ക് വിധേയമായ ഒരു ഖൽബിന്റെ ഉള്ളിൽ നിന്ന് തന്റെ ശത്രുവിനെതിരായിട്ട് ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ പ്രതികാരമാണ്. അതിനപ്പുറം അതുപോലും പറയേണ്ടതില്ല. പറയുകയാണെങ്കിൽ ഇത്രയേ വേണ്ടൂ. അതുപോലും പറയാതെ ക്ഷമിക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു തആല വേണ്ട വിധം അത് ഇടപെടും. നമ്മളാരും ശത്രുക്കൾക്കെതിരെ നമ്മൾ പ്രതികാരം ചെയ്യരുത്. അത് അല്ലാഹുവിലേക്ക് വിടുക. മുത്തനബി ഞങ്ങൾ പറയുന്നു, വൻസുർനി അലാ മൻ ബഗാ അലയ്യ. റബ്ബേ, എന്നോട് ആരെല്ലാം അതിക്രമം ചെയ്തുവോ അവർക്കെതിരായിട്ട് നീ എന്നെ സഹായിക്കണമേ. ഇനി ഹബീബ് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ജഅൽനി ലക ശാകിറാ. അല്ലാഹുവേ, നിനക്ക് നന്ദി ചെയ്യുന്നവനാക്കണമേ.
ചില റിവായത്തുകൾ ലക ശക്കാറ, ഒരുപാട് നന്ദി ചെയ്യുന്നവനാക്കണേ. ലക ദാകിറ ലക റാഹിബ ലക മിത്വാഅൻ ഇലൈക മുഖ്ബിത. അല്ലാഹുവേ, നിന്നെ ഓർക്കുന്നവരാക്കണേ, നിനക്ക് ഇബാദത്ത് ചെയ്യുന്നവരാക്കണേ, നിന്നെ പേടിക്കുന്നവരാക്കണേ. ലക മിത്വാഅൻ, നിന്നെ എപ്പോഴും അനുസരിക്കുന്നവരാക്കണേ. ഇലൈക മുഖ്ബിതൻ, മനസ്സുകൊണ്ട് നിന്നിലേക്ക് മടങ്ങുന്നവരാക്കണേ. ഇലൈക അവ്വാഹം മുനീബ, തൗബ ചെയ്യുന്നവരാക്കണേ. റബ്ബി തഖബ്ബൽ തൗബതി, എൻ്റെ തൗബ സ്വീകരിക്കണേ. വഗ്സിൽ ഹൗബതി, എൻ്റെ പാപങ്ങൾ കഴുകിക്കളയണേ. വഅജിബ് ദഅവതി, എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. വസബ്ബിത് ഹുജ്ജതി, എൻ്റെ ന്യായം നീ സ്ഥിരപ്പെടുത്തണേ. വഹ്ദി ഖൽബി, എൻ്റെ ഹൃദയത്തിന് നീ ഹിദായത്ത് നൽകണേ. വസദ്ദിദ് ലിസാനി, എൻ്റെ നാവ് കൊണ്ട് പറയുന്നത് നന്മയും നല്ലതുമാക്കി തരണമേ. വസ്ലുൽ സഖീമത ഖൽബി, എൻ്റെ ഹൃദയത്തിനുള്ളിലെ മാലിന്യങ്ങളെ ഇല്ലായ്മ ചെയ്യണമേ. അല്ലാഹുവിൻ്റെ റസൂലിന്റെ ദുആയാണിത്. ഒന്നുകൂടെ, റബ്ബി അഇന്നി വലാ തുഇൻ അലയ്യ വൻസുർനി വലാ തൻസുർ അലയ്യ വംകുർ ലി വലാ തംകുർ അലയ്യ വഹ്ദിനി വയസ്സിർ ഹുദായ ലി വൻസുർനി അലാ മൻ ബഗാ അലയ്യ. اللهم اجعلني لك شاكرا لك ذاكرا لك راهبا لك متواعا إليك مخبتا إليك أواها منيبا. رب تقبل توبتي واغسل حوبتي وأجب دعوتي وثبت حجتي واهد قلبي وسدد لساني واسلل سخيمة قلبي. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥനയിലൂടെ അല്ലാഹുവിന് ശുക്ർ ചെയ്യുകയാണ്. ഇത് ശുക്രിന്റെ ഒരു രീതിയാണ്. മഹാനായ മുത്റഫ് ഇബ്നു അബ്ദുല്ലാഹി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറയുമായിരുന്നു, ലഅന്നു ആഫ ഫഅശ്കുറ അഹബ്ബു ഇലയ്യ മിൻ അൻ ഉബ്തല ഫഅസ്ബിറ. ഒരു ബലാ മുസീബത്തുണ്ടായി ക്ഷമിക്കുന്നതിനേക്കാളും കൂലി ഒരു നന്മയുണ്ടായി അല്ലാഹുവിന് ശുക്ർ ചെയ്യലാണത്രേ. അല്ലാഹുവേ, നിനക്ക് നന്ദി ചെയ്യുന്നവരാക്കി നീ ഞങ്ങളെ മാറ്റണമേ തമ്പുരാനെ. അല്ലാഹുവിന്റെ ശുക്ർ, അല്ലാഹുവിന്റെ ശുക്ർ, അല്ലാഹു തന്ന നിഅമത്തുകളെ സംബന്ധിച്ച് എടുത്തു പറയൽ അതൊരു ശുക്റാണ്. അല്ലാഹുവിന്റെ ശുക്ർ നമ്മുടെ ദേഹത്ത് കാണൽ അല്ലാഹുവിന് ഇഷ്ടമാണ്. സാമ്പത്തികമായി അല്ലാഹു നിഅമത്ത് ചെയ്ത ആളുകള് അവരുടെ ആ നിഅമത്ത് കാണത്തക്ക വിധം അഹങ്കാരത്തിലാവരുത്, ധിക്കാരം കൊണ്ടാവരുത്. നല്ലൊരു വസ്ത്രം ധരിച്ചു, നല്ല ചെരുപ്പ് ധരിച്ചു, നല്ല നിലക്ക് ജീവിക്കുന്നു, അഹങ്കാരമില്ലെങ്കിൽ അതൊരു ശുക്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ജാഅ റജുലുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ കശിഫുൽ ഹൈഅ. വളരെ മോശമായ വസ്ത്രം, കീറിപ്പറഞ്ഞ വസ്ത്രം ഇട്ടിട്ട് ഒരാൾ മുത്തുനബി തങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോ ഹബീബുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചുവല്ലോ, ഹല്ലക മിൻ മാൽ, നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ? അയാൾ പറഞ്ഞു, നഅം, ഉണ്ട് നബിയെ, കാശുണ്ട്. മിൻ അയ്യിൽ മാൽ, എന്തൊക്കെയുണ്ട്? മിൻ കുല്ലിൽ മാൽ, എല്ലാണ്ട് നബിയെ, എല്ലാമുണ്ട്. ഒട്ടകമുണ്ട്, ആടുകളുണ്ട്, കുതിരകളുണ്ട്, ഈത്തപ്പനത്തോട്ടമുണ്ട്, എല്ലാമുണ്ട്. ഖദ ആതാനില്ലാഹു മിനൽ ഇബ്ലി വൽ ഖൈൽ വറഖീഖി വൽ ഗനം, വിവിധങ്ങളായ സൗകര്യങ്ങൾ അല്ലാഹു തന്നിട്ടുണ്ട്. ആ മനുഷ്യനാണ് കീറിപ്പറഞ്ഞ വസ്ത്രമിട്ട് വന്നത്. തങ്ങൾ പറഞ്ഞുവല്ലോ, ഫഇദാ ആതാകല്ലാഹു മാലൻ ഫയുറ അലൈഹി ഫൽയുറ അലൈക്, അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹം തന്നാൽ അത് നിങ്ങളുടെ ദേഹത്ത് കാണപ്പെടണം. ഒരു നല്ല വസ്ത്രം ധരിച്ചു, ഒരു കുഴപ്പമില്ല. വൃത്തിയിൽ ജീവിക്കുന്നു, ഒരു കുഴപ്പമില്ല. അഹങ്കരിക്കരുത്. അല്ലാഹു തന്ന സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നു, ഒരു പ്രയാസമില്ല. അഹങ്കാരമാവരുത്, ധിക്കാരമാവരുത്, റിയാ ആവരുത്, മറ്റുള്ളവരെ കാണിക്കാനാവരുത്. പക്ഷേ അല്ലാഹു തന്ന നിഅമത്തുകൾ നമ്മൾ അനുഭവിക്കുമ്പോൾ അത് ദേഹത്ത് കാണപ്പെടൽ അല്ലാഹുവിന് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് മുൻഗാമികൾ പറയുന്നത്, ലാ തദുറുക്കും ദുന്യൻ ശകർതുമൂഹാ, നിങ്ങൾക്ക് ദുന്യാവിന്റെ ബിസിനസ്സുകളോ സമ്പാദ്യങ്ങളോ സുഖസൗകര്യങ്ങളോ അല്ലാഹു തന്നാൽ അതുകൊണ്ട് പ്രയാസമില്ല. നിങ്ങൾ ശകർതുമൂഹാ, അതിന് അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നവരാണെങ്കിൽ അല്ലാഹു നമ്മെ നന്ദി ചെയ്യുന്നവരാക്കി തരട്ടെ. ജീവിതത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു അകറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മനുഷ്യ സ്വഭാവം നന്ദികേടാണ്.
والعاديات بسم الله الرحمن الرحيم والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود അല്ലാഹുവിന് വേണ്ടി കുളമ്പുകളെ കൊണ്ട് തീപ്പൊരി പാറി ഓടി യുദ്ധക്കളത്തിലേക്ക് കടന്നു ചെല്ലുന്ന കുതിരകളെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ ഭാഗമാണിത്. വൽ ആദിയാത്ത്, കുതിരകൾ അല്ലാഹു സത്യം ചെയ്തു. അപ്പൊ അതിന്റെ ദേഹത്തിരിക്കുന്ന, അതിന്റെ മീതയിരിക്കുന്ന യോദ്ധാവിന്റെ മഹത്വം എത്രയാണ്. വൽ ആദിയാതി ളബ്ഹാ ഫൽമൂരിയാതി ഖദ്ഹാ, തീപ്പൊരി പാറിക്കുന്നത്. ഫൽമുഗീറാതി സുബ്ഹാ, രാവിലെ അതിരാവിലെ ശത്രുപാളയത്തിലേക്ക് കയറി ചെല്ലുന്നത്. ഫൽമുഗീറാതി സുബ്ഹാ ഫഅഥർന ബിഹി നഖഅ, അങ്ങനെ പൊടി പറത്തിയിട്ട് പൊടി പാറ്റിയിട്ട് യുദ്ധക്കളത്തിലേക്ക് ഓടുന്ന കുതിരകളെ തന്നെയാണ് സത്യം. ഫവസതുന ബിഹി ജംആ, ഓടിക്കൂടിയ ശത്രുക്കളുടെ മധ്യത്തിലേക്ക് എടുത്തു ചാടുന്ന കുതിരപ്പടയെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തീർച്ചയായും മനുഷ്യൻ തന്റെ സൃഷ്ടാവിനോട് കനൂദ്, നന്ദികേടുള്ളവനാണ്. സത്യം ചെയ്തിട്ട് പറയാ, നമ്മളൊന്നും വേണ്ട വിധം നന്ദി ചെയ്യുന്നില്ലല്ലോ. നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞേക്കും, പക്ഷെ ഒരു രോഗത്തിൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ വിചാരിക്കുക എന്താ, രോഗിയാവുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അപ്പൊ ശരിയാവില്ലല്ലോ, അത് പിന്നെ നുണയാവൂലേ, അപ്പൊ പിന്നെ നമ്മൾ അത് പറയുന്നില്ല. സത്യത്തിൽ ഒരു രോഗിയായി കിടക്കുന്ന ഒരാൾ, ആ മനുഷ്യന് രോഗം വരുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയണം. എന്നിട്ട് ചിന്തിക്കേണ്ട എന്താണെന്നറിയോ, എന്റെ അസുഖം ഇത്രയല്ലേ ആയിട്ടുള്ളൂ റബ്ബേ, ഇവിടെ നിന്നല്ലോ ഇത്രയല്ലേ ആയുള്ളൂ. മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി, താബിഈങ്ങളുടെ കാലത്ത് കഴിഞ്ഞു പോയ പ്രഗൽഭനായ ഹദീസ് പണ്ഡിതന്മാർ റാവികളിൽ കൊണ്ടുവരുന്ന മഹാനാണ് മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങള്. ആ മഹാന്റെ കയ്യിൽ വല്ലാത്തൊരു മുഴ പോലെ വന്നിട്ട് അതങ്ങ് പൊട്ടിയിട്ട് വേദന കൊണ്ട് പൊളയുമ്പോ കാണാൻ ചെന്നതെന്റെ ശിഷ്യന് വല്ലാതെ വിഷമിച്ചപ്പോ മഹാനവറുകൾ ചോദിച്ചതല്ലേ, നീ എന്തിനാ അത്ഭുതപ്പെടുന്നത്? പുഞ്ചിരിച്ചുകൊണ്ട് മുഹമ്മദ് മുൻകദിർ തങ്ങൾ പറഞ്ഞു, അല്ല മോനെ, ഈ മുറിവെങ്ങാനും എന്റെ കണ്ണിലായിരുന്നുവെങ്കിൽ എന്തൊരു പ്രയാസമായി പോയേനെ. ഈ മുറിവെന്റെ നാവിലായിരുന്നെങ്കിൽ, അതൊന്നല്ലേ കയ്യിലല്ലേ, അൽഹംദുലില്ലാ അത് അതിലൊതുങ്ങിയില്ലേ. ഒരു പ്രയാസത്തിൽ പോലും നമ്മൾ അല്ലാഹുവിന് നന്ദി പറയേണ്ടവരാണ്, ശുക്ർ പറയേണ്ടവരാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, നമ്മൾ അല്ലാഹുവിന് നന്ദികേടാണല്ലോ ചെയ്യുന്നത്. മഹാനായ ഹസനുൽ ബസ്വരി തങ്ങളോട് എന്താണ് കനൂദ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, കനൂദ് തന്നെയാണ്. ആ കനൂദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ലഖനൂദല്ല, വാക്ക് കനൂദാൻ. ല, തീർച്ചയായും തന്നെയാണ് എന്നതിനെ അസേർട്ട് ചെയ്യാൻ വേണ്ടി വന്ന വാക്കാണത്, പ്രിപ്പോസിഷൻ. ലഖനൂദ്, കനൂദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചപ്പോ മഹാനായ ഹസനുൽ ബസ്വരി തങ്ങൾ പറഞ്ഞത്, അല്ലദീ യഉദ്ദുൽ മസ്വാഇബ വയൻസൻ നിഅം. ആരാ കനൂദ് എന്നറിയോ? ആരായി നന്ദികേട് ചെയ്യുന്ന ആള്? അല്ലാഹു കൊടുത്ത പരീക്ഷണങ്ങൾ ഓരോന്നെണ്ണി പറയും. വയൻസൻ നിഅം, അല്ലാഹു തന്ന അനുഗ്രഹങ്ങളൊക്കെ മറക്കും, അതൊന്നും പറയില്ല. പ്രയാസങ്ങൾ മാത്രം. കുട്ടിക്ക് ജോലി ആയിട്ടില്ല, അതെനിക്കൊരു കുട്ടി ഉണ്ടായില്ലേ, അതിന് നീ കല്യാണം കഴിച്ചില്ലേ, കല്യാണം കഴിക്കാൻ പറ്റാത്ത എത്ര ആൾക്കാരുണ്ട്, കുട്ടി ഇല്ലാത്തവർ എത്ര ഉണ്ട്, പിന്നെ ജോലി ആവാത്തത്. എൻ്റെ കുട്ടിക്ക് കുട്ടിയായിട്ടില്ല, എൻ്റെ കുട്ടിൻ്റെ കല്യാണം കഴിഞ്ഞില്ലടോ, അൽഹംദുലില്ലാ പറയേ. അത് സാധിക്കാത്ത എത്ര ആളുകളുണ്ട്, അന്തിയുറങ്ങാൻ വീടില്ലേ, പ്രയാസങ്ങളേ പറയൂ. അല്ലാഹു തന്ന നിഅമത്തുകൾ എത്ര നമ്മുടെ ദേഹത്തുണ്ട്, നമ്മുടെ ചുറ്റുപാടിലുണ്ട്. ഇത് പറയാതെ അനുഗ്രഹങ്ങളെല്ലാം മൂടിവെച്ച് പ്രയാസങ്ങൾ മാത്രം എടുത്തു പറയുന്ന ആളെയാണ് കനൂദ് എന്ന് പറയുന്നത് എന്ന് മഹാനായ ഹസനുൽ ബസ്വരി തങ്ങൾ. അതുകൊണ്ടാണ് ഒരു വിഭാഗം പെണ്ണുങ്ങൾ സ്വർഗത്തിലേക്ക് പോവില്ലെന്ന് ഹബീബായ തങ്ങൾ പറയാൻ കാരണം, ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന അദ്ദഹ്റ ثم رأت منك شيئا قالت ما رأيت منك خيرا قط. ജീവിതകാലം മുഴുവനും ഒരുപാട് ഉപകാരം ചെയ്തു കൊടുത്ത തന്റെ ഭാര്യ, ഒരുപാട് സ്നേഹിച്ചു പരിപാലിച്ചു കൊണ്ടുവന്ന ഭാര്യ, ثم رأت منك شيئا, എന്തെങ്കിലും ഒരു പിഴവ്, ഒരു തെറ്റ്,
ഒരു പാടില്ലാത്തത് നിങ്ങളിൽ നിന്ന് കണ്ടുപോകുമ്പോൾ ആ പെണ്ണ് പറയും, ഖാലത് മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, നിങ്ങളിൽ പണ്ടേ ഒരു നന്മയുമില്ലല്ലോ, നിങ്ങൾ പണ്ടേ മോശക്കാരനാണല്ലോ, നിങ്ങൾ ഒരു ഉപകാരവും എനിക്ക് ചെയ്യാത്ത ആളല്ലേ. ജീവിതകാലത്ത് കഴിഞ്ഞു പോയ ദിനരാത്രങ്ങളിൽ ആ മനുഷ്യന്റെ സാമീപ്യം കൊണ്ട്, ഇടപെടൽ കൊണ്ട്, സമ്പാദ്യം കൊണ്ട്, പെരുമാറ്റം കൊണ്ടുണ്ടായ എല്ലാ നന്മകളും ഒരൊറ്റ നേരത്തെ ഒരു പ്രയാസത്തിന്റെ പേരിൽ മറന്നു കളയുന്ന പെണ്ണുങ്ങൾ അവര് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കളൊക്കെ വീട്ടിലേക്ക് കയറി വരുമ്പോ നന്ദിയോടെ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന മക്കളാകുമ്പോ, അവര് ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടതുകാല് വെച്ച് ദിക്റ് ചൊല്ലിയിട്ട്, ഇറങ്ങുമ്പോൾ ദിക്റ് ചൊല്ലിയിട്ട്, ഭക്ഷണം കഴിക്കാൻ അവർ ഇരിക്കുമ്പോഴേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മറന്നുപോയാൽ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹ്, ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അൽഹംദുലില്ലാ, ഉമ്മയെ കൈപിടിച്ച് ഉമ്മയുടെ കൈ ചുംബിക്കുന്ന, ഉപ്പയുടെയും ഉമ്മയുടെയും നെറ്റിയിൽ ഉമ്മ വെച്ചിറങ്ങുന്ന മക്കള്, എത്ര നല്ല സ്നേഹമുള്ള ഭാര്യ, ബഹുമാനമുള്ള ഭർത്താവ്, സ്നേഹത്തോടെ പെരുമാറുന്ന വീട്, എന്ത് രസായിരിക്കും ആ വീടിന്റെ ഉള്ളകം. മക്കളുടെ വായിലൂടെ വരുന്നത് നല്ല വാക്കുകള്, ശുക്റിന്റേത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കൊച്ചുമക്കളെ പഠിപ്പിക്കുന്നു, സ്കൂളിൽ പോകുന്നു, മദ്രസയിലേക്ക് പോകുന്നു, വീട് വിട്ടിറങ്ങുന്നു, കളി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു, യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നു. ബിസ്മില്ലാഹി വലജിന ബിസ്മില്ലാഹി ഖറജന വഅലാ റബ്ബിനാ തവക്കൽന. വീട്ടിൽ കയറുമ്പോൾ ദിക്ർ ചൊല്ലി, എന്തൊരു മനോഹരം. എത്രയാണ് ഒരു വീടിനുള്ളിൽ ശുക്ർ ഉണ്ടാകുമ്പോൾ, അത്തഹദ്ദുസു ബിന്നിഅമതി ശുക്റുൻ വതർകുഹാ കുഫ്റുൻ. അല്ലാഹുവിന്റെ നിഅമത്തുകളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറഞ്ഞ് റബ്ബിന് ആ എടുത്തു പറയൽ തന്നെ ശുക്റാൻ. അല്ലാഹുവിന്റെ നിഅമത്ത് എടുത്തു പറയാ പ്രയാസമല്ല. അല്ലാഹുവിന്റെ നിഅമത്തുകളിൽ എന്തിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നതെന്ന് 31 തവണ അല്ലാഹു ചോദിച്ച ഒരു സൂറയുണ്ട്. 31 തവണ മനുഷ്യരോടും ജിന്നുകളോടും നിങ്ങൾക്ക് എന്താ നിഷേധിക്കാൻ പറ്റുക? എന്താ നിഷേധിക്കാൻ പറ്റുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. മനുഷ്യരെ, ജിന്നുകളെ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ എന്താ നിങ്ങൾക്ക് നിഷേധിക്കാനുള്ളത്? എന്താ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുന്നത്? ഈ ജിന്നുകൾക്ക് നിബിതങ്ങൾ ഈ സൂറത്ത് ഓതി കൊടുത്തപ്പോൾ അവര് പറഞ്ഞു, ലാ ബിശൈഇൻ മിൻ ആലാഇക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. തങ്ങള് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുടെ മുമ്പിൽ ഈ സൂറത്ത് ഓതുമ്പോഴേ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് ഓതുമ്പോ കേൾക്കുന്നവർ പറയേണ്ട ദിക്റുണ്ട്. കേൾക്കുന്നവര്, സ്വഹാബികൾ ഒന്നും മിണ്ടാണ്ടിരുന്നപ്പോ തങ്ങൾ പറഞ്ഞുവല്ലോ, സ്വഹാബികളെ, ലഖദ് കാന ഇഖ്വാനുക്കും മിനൽ ജിന്നി, നിങ്ങൾക്കറിയുമോ കാനു അഹ്സന റദ്ദം മിൻകും. ജിന്നുകൾ ഈ ആയത്ത് കേട്ടപ്പോ നിങ്ങളെക്കാളും മനോഹരമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. സർവേശ്വരനായ അല്ലാഹുവിന്റെ ഏതനുഗ്രഹമാ നിങ്ങൾ നിഷേധിക്കുന്നത്? ഒരു യുക്തിവാദി ചിന്തിക്കുന്നത് പ്രപഞ്ചം മുഴുവനും ആരോടും കടപ്പാടില്ലാത്ത, എങ്ങനെയോ തട്ടിമുട്ടി ഉണ്ടായത്, എങ്ങനെയോ കാലാകാലങ്ങളിൽ പരിണമിച്ചുണ്ടായി വന്നത്, ആരോടും പ്രതിബദ്ധത, ഒരാളോടും ഒരു കടപ്പാട്, ഒരു ശുക്റിന് തലതാഴ്ത്താനോ നന്ദിയോടെ വിനയത്തോടെ ഇടപെടാനോ മനുഷ്യനെ അനുവദിക്കാത്ത വിധം പ്രപഞ്ചത്തിലെ സർവ്വതും താനേ മുളച്ചുണ്ടായത് ഒരു സൃഷ്ടാവിന്റെ ആവശ്യമില്ലെന്ന് സമർത്ഥിക്കലാണ് യുക്തിവാദിക്ക് ആവശ്യം. എത്ര വലിയ നന്ദികേടാണത്! യുക്തിവാദം തന്നെ ഒരു വലിയ നന്ദികേടല്ലേ? അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താ നിഷേധിക്കാൻ കഴിയുക? നിങ്ങളെ ഉണ്ടാക്കിയത് നിങ്ങളാണോ? നിങ്ങളുടെ രൂപം ഡിസൈൻ ചെയ്തത് നിങ്ങളാണോ? നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും നിശ്ചയിച്ചത് നിങ്ങളാണോ? നിങ്ങൾക്ക് ജനിക്കാനുള്ള നേരം നിശ്ചയിച്ചത് നിങ്ങളാണോ? ഇനി മരിക്കാനുള്ള നേരം നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങളുടെ തൊലി നിറം നിങ്ങളാണോ തീരുമാനിച്ചത്? നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ നാട് നിങ്ങളാണോ തീരുമാനിച്ചത്? അല്ലല്ലോ. പിന്നെ ആരാണ്? അത് അല്ലാഹുവാണ്. നിങ്ങളുടെ ഉമ്മാക്ക് വാപ്പാക്ക് പോലും അതിലിടപെടാൻ കഴിയില്ലല്ലോ. ആരാണ് ഇതൊക്കെ തന്നത്? ഞാനല്ല, എന്റെ കൂടെയുള്ള ആരുമല്ല. പിന്നെ ആര്? സർവേശ്വരനായ അല്ലാഹു. ഖലഖകും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് എത്രയാ അല്ലാഹു പറഞ്ഞത്.
റബ്ബിന് നിങ്ങൾ നന്ദി ചെയ്യുന്നില്ലേ? അള്ളാഹുവിന്റെ നിഅമത്തുകളിൽ നിങ്ങൾ എന്തിനെയാ നിഷേധിക്കുന്നത് എന്ന ആയത്ത് ചോദിച്ചപ്പോ ജിന്നുകൾ മറുപടി പറഞ്ഞു അത്രേ. അല്ലാഹുവിന്റെ റസൂൽ കേൾക്കുകയാണ്, ലാ ബിശൈഇൻ മിൻ ആലാഇക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹങ്ങളിൽ ഒന്നുമേ ഞങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല റബ്ബേ. ഫലകൽ ഹംദ്, നിനക്കാണ് നന്ദി, സർവത്ര നന്ദി. അല്ലാഹുവേ, നിനക്കാണ് നന്ദി, സർവത്ര നന്ദി. ലാ ബിശൈഇൻ മിൻ ആലാഇക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. അതുകൊണ്ട് മുഅ്മിനേ, നാവിൽ ശുക്റുണ്ടാവട്ടെ. അൽഹംദുലില്ലാ എന്നത് നമ്മുടെ ഏതൊരു കോൺവെർസേഷന്റെയും ഏതൊരു അഭിസംബോധനയുടെയും അടിസ്ഥാനമാവട്ടെ. ഏതൊന്നിന്റെയും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ പറയും റളിയല്ലാഹു അൻഹു, ഞങ്ങളൊക്കെ ഒരു ദിവസം പലരും പലപ്പോഴും കണ്ടുമുട്ടും. വെറുതെ ഒരു കാര്യം ഒന്നും ഉണ്ടായിട്ടല്ല. ലഅല്ലനാ നൽതഖി ഫിൽ യൗമി മിറാറാ യസ്അലു ബഅദുനാ അൻ ബഅദ്. നമ്മളുണ്ടാവില്ല, അങ്ങാടിക്ക് ഇറങ്ങുമ്പോൾ കാണുന്നു, വാഹനത്തിൽ വെച്ച് കാണുന്നു, കല്യാണ പന്തലിൽ കാണുന്നു, വീട്ടിൽ വെച്ച് കാണുന്നു, ഒരു ഫംഗ്ഷനിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. എന്താ വിശേഷം? അൽഹംദുലില്ലാ. ആ ഒരു അൽഹംദുലില്ലാ കേൾക്കാൻ ഞങ്ങൾ ഒരുപാട് തവണ വെറുതെ കണ്ടുമുട്ടും. എന്താ വിശേഷം എന്ന് ചോദിക്കാൻ. നമ്മൾ എന്ത് വിശേഷം അറിഞ്ഞില്ലേ, ഇപ്പം അങ്ങനെയല്ലേ, ഇനിയിപ്പോൾ അത് വരാൻ പോകുന്നു, ഇത് വരാൻ. ലോകത്ത് എന്തൊക്കെ വന്നു മുമ്പിനെ. നമ്മളൊരു വാറ്റ് വരുമ്പോൾ നമ്മൾ എന്താ, നമ്മൾ GST അല്ലേ, ടാക്സ് വരുമ്പോൾ നമ്മൾ അങ്ങനെ പേടിച്ചു. ഒരു ഭരണം കേന്ദ്രത്തിൽ മാറുമ്പോൾ ഫിർഔൻ ഭരിച്ചു പോയ നാടാ അള്ളാന്റെ ഭൂമി. അബൂജഹൽ കഴിഞ്ഞു പോയ നാടാ. ഹിറ്റ്ലർ കഴിഞ്ഞു പോയി. ലോകമഹായുദ്ധം 1, 2 കഴിഞ്ഞു. ഇതിലപ്പുറം ഒന്നും വരാനില്ലല്ലോ. എന്തു വന്നാലും പിന്നെ ഇപ്പം എന്തിനായി പേടിക്കണത്? നമ്മൾ എപ്പോഴും പ്രതീക്ഷയിൽ ജീവിക്കേണ്ട ഒരു ഉമ്മത്താണ്. എല്ലാം നന്നായി വരും, ഒക്കെ ശരിയാവും. നമ്മൾ പ്രതീക്ഷ വിടരുത് ഒരിക്കലും. നമ്മൾ കഴിഞ്ഞു, നമ്മൾ തീർന്നു, ഇതങ്ങനെയല്ല. അൽ ഖൈറു ഫിയ വഫീ ഉമ്മതി ഇലാ യൗമിൽ ഖിയാമ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്നിലും എൻ്റെ ഉമ്മത്തിലുമാണ് ഖിയാമത്ത് നാൾ വരെ നന്മയുള്ളത്. അൽ ഖൈറു ഫിയ വഫീ ഉമ്മതി ഇലാ യൗമിൽ ഖിയാമ. പിന്നെ എന്തിനാ പേടിക്കണത്? ഇത് ഖൈറിന്റെ ഉമ്മത്താണ്. ഈ ഉമ്മത്തിന് ഖൈർ വരും. ഏത് പ്രതിസന്ധിയെയും നമ്മൾ തരണം ചെയ്യും. ഏത് പ്രതിസന്ധി നമ്മൾ തരണം ചെയ്യും. വലൗ കരിഹൽ മുശ്രികൂൻ വലൗ കരിഹൽ കാഫിറൂൻ. 2 വാക്കുകൾ അല്ലാഹു ഉദ്ദേശിച്ചത്. ആ പ്രതിസന്ധിയെ തരണം ചെയ്ത് ഈ ഉമ്മത്ത് മുന്നോട്ട് പോകുന്നത് മുശ്രിക്കുകൾക്ക് ഇഷ്ടമല്ലെങ്കിലും കാഫിറുകൾക്ക് ഇഷ്ടമല്ലെങ്കിലും ഈ ഉമ്മത്ത് മുന്നോട്ട് ഗമിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിഅമത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നന്മയുടെ ശുക്റിന്റെ വാക്കുകൾ പറഞ്ഞു ജീവിക്കേണ്ടവരാ നമ്മൾ. ഇബ്നു ഉമർ തങ്ങൾ പറയുന്നു, ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ വെറുതെ ചോദിക്കും, എന്താ യസ്അലു ബഅദുനാ അൻ ബഅദിൻ. ഞങ്ങൾ ചോദിക്കും, എന്താ വിശേഷം, എന്താ വിവരം? അപ്പോൾ പറയും അൽഹംദുലില്ലാഹ്. അങ്ങനെ ഒരുപാട് അൽഹംദുലില്ലകൾ ഞങ്ങളുടെ വാക്കുകളിൽ കടന്നു വരാറുണ്ട്. അതിനുവേണ്ടി മാത്രം ഞങ്ങൾ പരസ്പരം ഇടക്കിടക്ക് പോയി കണ്ടുമുട്ടാറുണ്ടെന്ന് ഉമർ എന്നവരുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഒരാൾ വന്നപ്പോൾ ഉമർ എന്നവർ ചോദിച്ചു, കൈഫ അൻത്, എന്താ വിശേഷം, എന്താ കാര്യം, എന്താണ് വിവരങ്ങളൊക്കെ എന്ന് ഉമർ എന്നവർ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അഹ്മദു ഇലൈക്കല്ലാഹ് അഹ്മിദു ഇലൈക്കല്ലാഹ്. ഉമർ എന്നവരെ, അള്ളാഹുവിനോട് നന്ദി പറയുകയാണ്, നിങ്ങളതിന് കാരണക്കാരൻ. ഈ ഉമ്മത്തിൽ കാണുന്ന നന്മകൾക്ക് ഞാൻ അള്ളാഹുവിന് നന്ദി പറയുകയാണ്. ഇത് പറഞ്ഞപ്പോ ഉമർ എന്നവർ പറഞ്ഞു, ഹാദാ അറദ്തു മിൻക. എന്താ വിശേഷം എന്ന് ചോദിച്ചപ്പോ, നീ ഈ നന്ദി വാക്ക് പറയുന്നുണ്ടോ എന്ന് നോക്കലായിരുന്നു എന്റെ ലക്ഷ്യം. ശരി, നീ പറഞ്ഞത് ശരിയായി. നീ പറഞ്ഞത് അള്ളാഹ്ക്ക് നന്ദി എന്നല്ലേ, അത് കേൾക്കാൻ വേണ്ടി തന്നെ ഞാൻ ചോദിച്ചത്. നീ അത് പറയുന്നുണ്ടോ എന്നറിയാൻ. അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കണം അൽഹംദുലില്ലാ എന്ന് പറയാം. വെറും തുമ്മുമ മാത്രമല്ല, എപ്പോഴും അൽഹംദുലില്ലാ. അത് പഠിപ്പിച്ചിരുന്ന മഹാനായിരുന്നു നമ്മുടെ അത്തിപ്പറ്റ ഉസ്താദ്. അള്ളാഹുവിന്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. സുന്നത്തിനെ ഇങ്ങനെ ജീവിപ്പിച്ചിരുന്ന ഒരു മഹാൻ. അള്ളാഹു അവരെയും നമ്മെ സ്വർഗ്ഗലോകത്ത് അള്ളാഹു കൂട്ടി ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. എപ്പോഴും അൽഹംദുലില്ലാ എന്നല്ലാതെ മഹാന്റെ നാവെന്ന് വരില്ല. അൽഹംദുലില്ലാ, അതാണ് ആ മഹാത്മാവിന്റെ ഒരു പ്രത്യേകത. അതാണ്, നന്മയല്ലാതെ മറ്റൊന്നും പറയില്ല. സുബ്ഹാനല്ലാഹ്. മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ടവരാണെന്ന് ഒരുപാട് മജ്ലിസുകളിൽ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ഓർപ്പിക്കാറുണ്ടായിരുന്നു. ശുക്ർ ചെയ്യണം, അൽഹംദുലില്ലാ പറയിപ്പിക്കണം. ഉസ്താദ് പറയുന്നൊരു വാക്കാണ്, പിഞ്ചു മക്കള്, പാല് കുടിക്കുന്ന മക്കള്, ഉമ്മമാര് പാല് കൊടുക്കുമ്പോ ആ കുഞ്ഞ് പാല് കുടിക്കാൻ തുടങ്ങുമ്പോ
അത്തിപ്പറ്റസ്ഥാന്റെ മജ്‌ലിസിൽ ഇരുന്നവർ കേട്ടിട്ടുണ്ടാവത്. കുഞ്ഞ് പാല് കുടിക്കാൻ തുടങ്ങുമ്പോ കുഞ്ഞിന് പറയാൻ കഴിയില്ല ബിസ്മില്ല, കുഞ്ഞിന് പകരം ഉമ്മ പറയണം ബിസ്മില്ല. കുഞ്ഞ് പാലുകുടി നിർത്തിയാൽ ഉമ്മ പറയണം അൽഹംദുലില്ലാഹ്. അത് കുഞ്ഞിന് പറയാൻ കഴിയില്ലല്ലോ. ഇതൊക്കെ പഠിപ്പിച്ച മഹാനാണ്. ഇതൊക്കെ ഹബീബിന്റെ സുന്നത്തുകളാണ്. അത് ജീവിപ്പിച്ചിരുന്ന മഹാൻ. അല്ലാഹു അവർക്കൊക്കെ ഖൈറു ഖലഫ്, സന്മാർഗികളായ അല്ലാഹു നല്ല പിന്മുറക്കാർ അല്ലാഹു നമുക്ക് പകരം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ നിഅമത്തുകളെ എടുത്തു പറയാം. ഫഅമ്മാ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ നിങ്ങൾക്ക് എടുത്തു പറയാം. പ്രയാസമില്ല. അല്ലാഹു നമുക്ക് സൗകര്യം ചെയ്താൽ പറയണം അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ എനിക്ക് ഇതാ വീട് വെച്ചു, അള്ളാന്റെ അനുഗ്രഹത്താൽ എനിക്കൊരു ജോലി ശരി, അള്ളാന്റെ അനുഗ്രഹത്താൽ എൻ്റെ കുട്ടി എക്സാം പാസ്സായി, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എൻ്റെ കുട്ടിന്റെ കല്യാണം നടന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എനിക്ക് കുഞ്ഞുണ്ടായി. എല്ലാം അള്ളാഹുവിന്റെ നിഅമത്തുമായി അതിനെ ബന്ധിപ്പിക്കണം. അത് അള്ളാഹുവിന് ഇഷ്ടമാണ്. ചില ആളുകൾക്ക് അസൂയക്കാരുണ്ടാവും. അസൂയക്കാരുടെ മുമ്പിൽ മുഴുവൻ പറഞ്ഞേക്കരുത് എന്നാ. നഹ്മദുല്ലാഹ അലാ ജമീഇ ശുക്ർ. അസൂയക്കാര് കണ്ണുകൊള്ളുന്നൊരു വിഷയം. അത് കണ്ണുകൊള്ളുക എന്ന് പറഞ്ഞത് ശരീഅത്തിലുള്ള വിഷയമാണ്. ഇസ്വാബത്തുൽ ഐനി ഹഖ്ഖുൻ. കണ്ണേറ് എന്ന് പറഞ്ഞ വിഷയം സത്യമാണ്. അത് സയൻസിന് വ്യാഖ്യാനിക്കാൻ പറ്റിയില്ല എന്താണ് കണ്ണേറ്. ഏതൊരു ഒരു സദൃസ്ഥാത് പാറമ്പ വീണ കഥ ഉണ്ടല്ലോ. അവിടെ ആരോ കരുനാവ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൂടല്ലേ? ഒഴുക്കുന്ന സ്ഥലത്ത് കൂടെ ഒരാൾ വീണ കണ്ടാൽ തന്നെ ഉറപ്പല്ല വീഴുന്ന്. അങ്ങനെ പറഞ്ഞാണത് അല്ലേ? കരുനാവ് പറഞ്ഞൊന്നും പറയാൻ പറ്റൂല അതിന് അല്ലേ? വഴുക്കുന്ന സ്ഥലത്ത് കൂടെ പോയാൽ വീഴുക. ബാധാ പോകുന്നപ്പോൾ വീഴുമല്ലോ. ആർക്കും പറയാം ഒരു കുഴിയിലൂടെ നടന്നു പോയാൽ ഉറപ്പല്ലേ വീഴുന്ന് എന്ന പോലെ. അത്രയുള്ള കരുനാവ് അതല്ല. അതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് നിൽക്കുന്ന മരം അങ്ങനെ ഉണങ്ങുന്നത് കാണാൻ പറ്റും അല്ലേ? എന്തെല്ലാം ചില ആളുകൾക്ക് അങ്ങനെയായിരിക്കും ഇത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തുകൾ കാണുമ്പോൾ മാഷാ അല്ലാഹ് എന്ന് പറയാ. തബാറകല്ലാഹ്, തബാറകല്ലാഹ്, മാഷാ അല്ലാഹ്. ഇത് പറഞ്ഞിട്ടേ പിന്നെ വേറെ നല്ല ചെറിയ കുഞ്ഞിനെ കണ്ടു. കുഞ്ഞുങ്ങളൊക്കെ വല്ലാത്ത സൗന്ദര്യമായിരിക്കും ചെറിയ മക്കള്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്തോ ഒരു ചുറുക്കെന്ന് ആദ്യം പറയാൻ നിൽക്കണ്ട. ആദ്യം അൽഹംദുലില്ലാഹ് മാഷാ, എന്നിട്ട് പറഞ്ഞ നല്ല ചുറുക്കുള്ള കുട്ടിയാണ്. അല്ലെങ്കിൽ കുട്ടിക്ക് ഇസ്വാബത്തുൽ ഐന് വരും, കണ്ണേറ് തട്ടും. ഇത് ഉള്ളതാണ് ഹദീസിലുള്ള വിഷയം. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു ഇസ്തഈനു അലാ ഖളാഇ ഹവായിജുകും ബിൽ കിത്മാൻ. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടാൻ നിങ്ങൾ ചിലതെല്ലാം മറച്ചു വെക്കുന്നതിന് വിരോധമില്ല. എല്ലാം കൊണ്ട് പുറത്തു വിടണ്ട. ഒരാളുടെ ശമ്പളം എത്രയാ, ഒരാളുടെ വരുമാനം എത്രയാ. ആൾക്കാർ പറയും എൻ്റെ ശമ്പളമൊക്കെ എനിക്ക് കിട്ടുന്നതിൻ്റെ 3 ഇരട്ടിയൊക്കെ ആൾക്കാരുടെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. അപ്പം ഞാൻ തന്നെ പഠിച്ചവനെ ആ പറഞ്ഞ പോലെയൊക്കെ ഉണ്ടെങ്കിൽ എന്നോ അതൊക്കെ നിർത്തി പോരായിരുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ ആരോട് ഡിസ്ക്ലോസ് ചെയ്യണ്ട. അത് ഞാൻ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നെ ഇപ്പം എങ്ങനെ നാട്ടുകാർക്ക് അറിയണം? അപ്പോൾ നമ്മുടെ നിഅമത്തുകൾ നമ്മൾ മൂടി വെക്കുക. എന്തിനെന്നറിയോ? അലാ ഖളാഇ ഹവായിജുക്കും. നിങ്ങളുടെ ചില ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാൻ ചിലതൊക്കെ മറച്ചു വെക്കേണ്ടി വരും. കിട്ടുന്ന എല്ലാ നിഅമത്തും വിളിച്ചു പറയണ്ട. അസൂയക്കാരിടയിലുണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യേണ്ടി വരും? അത് മൂടി വെക്കും. എല്ലാം വിളിച്ചു പറയണ്ട. എനിക്ക് അത് കിട്ടി, ഇത് കിട്ടി, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു ഒന്നും പറയണ്ട. ആവശ്യമുള്ളത് മാത്രം പറഞ്ഞാൽ മതി. ഇസ്തഈനു അലാ ഖളാഇ ഹവായിജുകും ബിൽ കിത്മാൻ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാൻ ചിലതൊക്കെ മറച്ചു വെച്ചോളൂ. എന്നിട്ട് അള്ളാഹുവിന്റെ സഹായം തേടിക്കോളൂ പറഞ്ഞ് എല്ലാം തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? അസൂയകൾ വന്നു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. ആ ശുക്ർ അള്ളാഹുവാണ് കാര്യങ്ങൾ തന്നത് എന്ന് അറിയുന്നത് തന്നെ ശുക്റാണല്ലോ. മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു അള്ളാഹുവിനോട്, റബ്ബേ, ആദം നബി അലൈഹിസ്സലാമിനെ നീയല്ലയോ പടച്ചത്? ബിയദൈക, നിന്റെ കുദറത്തിന്റെ കരങ്ങൾ കൊണ്ട്, നിന്റെ റഹ്മത്തിന്റെ കരങ്ങൾ കൊണ്ട് നീയായിട്ട് പടച്ച ആദം നബി അലൈഹിസ്സലാം. വനഫഖ്ത ഫീഹി മിർ റൂഹിക്, നീയായിട്ട് ആത്മാവ് സന്നിവേശിപ്പിച്ചു കൊടുത്ത നബി. എങ്ങനെയാണാവോ ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവേ നിനക്ക് നന്ദി ചെയ്യുന്നത്? എത്രയാ നിനക്ക് നന്ദി ചെയ്യ റബ്ബേ? എങ്ങനെയാ ആദം നബിക്ക് ശുക്ർ ചെയ്യാ? കളിമണ്ണെന്ന് നീ പടച്ചതല്ലേ ആദം നബിയെ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചോദ്യം. ഹബീബായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹുവിന്റെ ഹബീബായ മൂസ നബി അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ മഹബൂബീങ്ങളായ അമ്പിയാക്കന്മാർ, അവർ അള്ളാഹുവിനോട് ഇടപെട്ട് ചോദിക്കട്ടെ, എങ്ങനെ റബ്ബേ ആദം നബിക്ക് ഇപ്പം എന്താ പറഞ്ഞിട്ടുണ്ടാവുക നിനക്ക് ശുക്ർ ചെയ്യാൻ?
മുസനബിയെ അറഫ ആദം നബി അലൈഹിസ്സലാമിന് ബോധ്യപ്പെട്ടു അന്നഹു മിന്നി, ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പ് നടന്നത് എന്നിൽ നിന്നാണ്, ഞാനാണ് ചെയ്തത് എന്ന് ആദം നബി അലൈഹിസ്സലാമിന് ബോധ്യപ്പെട്ടു. മുസനബിയെ ആ ബോധ്യപ്പെടൽ തന്നെ ശുക്റാണ്. ഇനി അതല്ല അത്ഭുതം, നമ്മൾ അല്ലാഹുവിന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നന്ദി ചെയ്യാൻ സാധിച്ചു. അതൊരു നന്മയാണ്. നന്മ എന്നത് അള്ളാഹു നൽകുന്ന നിഅമത്താണ്. ആ നിഅമത്തിന് നമ്മൾ വേറെ നന്ദി ചെയ്യണം. അപ്പൊ നന്ദി ചെയ്താൽ തന്നെ ആ നന്ദിക്ക് പിന്നെ വേറെ നന്ദി ചെയ്യണം. കദാലിക ശുക്രു ശുക്രി യഹ്താജു യഷ്കുറു. നന്ദി ചെയ്താൽ പടച്ചവനെ എനിക്ക് അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിഞ്ഞല്ലോ, അതിന് അൽഹംദുലില്ലാ അങ്ങനെ മരിക്കോളം പറയാൻ നേരം ഉണ്ടാവുള്ളൂ. ഓരോ നന്ദി ചെയ്യുന്നതും ഒരു അനുഗ്രഹമാണ്. ഓരോ അനുഗ്രഹത്തിന് നന്ദി ചെയ്യണം എന്ന് പറഞ്ഞാൽ ഓരോ അൽഹംദുലില്ലാ എന്ന് പറയാനായതിന്, നന്ദി ചെയ്യാനായതിന് അള്ളാഹുവിനോട് നന്ദി ചെയ്യണം. അതാണ് ശുക്ർ എന്ന് പറഞ്ഞാൽ തന്നെ അത് മരണം വരെ കടപ്പാട് തീരൂല. അതുകൊണ്ട് സർവത്ര നന്ദി, അള്ളാഹുവിന് നന്ദി പറയേണ്ടവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൽബൻ ഷാകിറ വലിസാനൻ ദാകിറ, നന്ദി ചെയ്യുന്ന ഹൃദയവും അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവും അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മക്കയിലേക്ക് തിരിച്ചു വരുന്നു, മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കാണാൻ. അപ്പൊ ഇസ്മായിൽ നബി അവിടെ ഇല്ല, ഭാര്യയുണ്ട് അവിടെ. ഭാര്യയോട് ചോദിച്ചു, കൈഫ ഐഷുക്കും, എങ്ങനെയുണ്ട് ജീവിതം? ഫീ ദീഖിൻ വഹറജ്, ഭയങ്കര പ്രയാസാണ്. ഈ മക്കത്ത് സൂപ്പർ മാർക്കറ്റും ഇല്ല, ഷോപ്പിംഗ് മാളും ഇല്ല. അന്ന് അങ്ങനെയൊന്നും പറയില്ല, അങ്ങനത്തെ ഫാൻസി വേർഡൊന്നും പറയില്ല. ഒരു സാധനം കിട്ടാനില്ല, എന്താണ്, വെള്ളമില്ല, ഖനികളില്ല, പഴങ്ങളില്ല, ഒന്നുമില്ലല്ലോ. എങ്ങനെ അവിടെയൊക്കെ ജീവിക്കാൻ? സുബ്ഹാനല്ലാഹ്. എന്നെ അറിയുന്നൊരു സുഹൃത്ത് ഇവിടെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് ഒരു വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കുറച്ച് പ്രൊഫസർമാരെ ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ കൊണ്ടുവരാൻ നോക്കുമ്പോൾ അവർ ചോദിച്ച ചോദ്യം അതായിരുന്നു. നിങ്ങൾ തൊട്ടടുത്ത് പെരിന്തമണ്ണക്കാണത് സംഭവം ഉണ്ടായത്, പരിസരത്ത് ഷോപ്പിംഗ് മാളൊക്കെ ഉണ്ടോ, വലിയ ഷോപ്പിംഗ് മാളൊക്കെ ഉണ്ടോ, എൻ്റർടൈൻമെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടോ, നമുക്ക് എന്താ ഓൽക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ, ഇവിടെ ഉള്ളതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റൂല. ചിലർക്ക് അങ്ങനെ ആയിരിക്കും, ആ ജോലി തന്നെ വേണ്ട. അപ്പോൾ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതം അതല്ല, കഷ്ടപ്പാടിൻ്റെ ജീവിതം. മക്കയുടെ ചൂടും അന്ന് ആ ഒരു സംസമിൻ്റെ ഒരു ഉറവയല്ലാതെ മറ്റൊന്നും അവിടെ ഇല്ലല്ലോ. വല്ലാത്തൊരു ജീവിതം. എങ്ങനെയുണ്ട് ജീവിതം? ഞങ്ങൾ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. ഇസ്മായിൽ നബിയുടെ ഭാര്യ പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൊടുത്ത മറുപടി എന്താണ്? ആ ഭർത്താവ് വന്നാലേ എന്റെ സലാം പറയണം, സലാം അലൈക്കും എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയണം. പിന്നെ വാതിൽ കട്ടലെന്ന് മാറ്റാൻ പറയണം കേട്ടോ. അപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇസ്മായിൽ നബി തിരിച്ചു വന്നു. ഒരാൾ വന്നിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു, ആ അതെന്റെ വാപ്പയാണ്, ഇബ്രാഹിം അലൈഹിസ്സലാം ആയിരിക്കും അത്, എന്റെ വാപ്പയാണ്. എന്തേ പറഞ്ഞോ? എന്തെങ്കിലും വസൂയത്തുണ്ടോ? വാതിൽ കട്ടൽ മാറ്റാൻ വേണ്ടി നീ അവരോട് എന്തെങ്കിലും പറഞ്ഞു? ആ എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അതന്നെ, നിന്നെ തൊലാക്ക് ചൊല്ലി വേറൊരു ഭാര്യനെ കെട്ടിക്കുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അമ്പിയാക്കന്മാർക്കവിടെ ഭാഷ അറിയാം. പറഞ്ഞു, മോളെ, ഒരു നബിയുടെ കൂടെ ജീവിക്കാനുള്ള ക്വാളിഫിക്കേഷൻ നിനക്കായിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഈ പ്രയാസം സഹിക്കാൻ പറ്റുന്ന ആളെ ഒരു പ്രവാചകന് ഭാര്യയായിട്ട് പറ്റുള്ളൂ. അവളെ തൊലാക്ക് ചൊല്ലിക്കൊടുത്തു, വേറെ കല്യാണം കഴിച്ചു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും വന്നു. അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ കാലിന്റെ ആ അടയാളം പതിഞ്ഞ കല്ലാണ് മഖാം ഇബ്രാഹിമിന്റെ ഉള്ളിലുള്ളത്. മഖാം ഇബ്രാഹിമിനുള്ളത് ആ കാലിന്റെ അടയാളം പതിഞ്ഞ കല്ലാണ്. എന്തെന്നറിയോ? അത്രക്ക് അല്ലാഹുവിന് നടന്ന കാലാണത്. എത്ര ത്യാഗം ചെയ്തു. എങ്ങനെയുണ്ട് ജീവിതം? അൽഹംദുലില്ലാഹ്, ഞങ്ങൾ റാഹത്തിലാണ്. എവിടെ? അവസ്ഥ ഒന്നും പഴയ പോലെ തന്നെയാണ്. പക്ഷെ ആ പെൺകുട്ടി എന്തു പറഞ്ഞു? നല്ല സന്തോഷത്തിലാണ്. മോനെ കണ്ടില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം അപ്പോഴും. എന്നാ പിന്നെ വാതിൽക്കട്ടിലേക്ക് അങ്ങനെ നിന്നോട്ടെ എന്ന് പറഞ്ഞേക്കണം കേട്ടോ എൻ്റെ മോനോട്, നിന്റെ ഭർത്താവിനോട്. അങ്ങനെ തിരിച്ചുപോയി ഇസ്മായിൽ നബി അവളോട് പറഞ്ഞു, ആ നിന്റെ വാപ്പാക്ക് ഇഷ്ടമായിട്ടുണ്ട് നിന്റെ ആ പ്രതികരണം, ശുക്രാണത്, നന്ദിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ പെണ്ണുങ്ങൾ അങ്ങനെ പറയുന്നുണ്ടോ? നിങ്ങൾ എന്നെ ഗൾഫ് കൊണ്ടുപോയിട്ടില്ലല്ലോ, ഒന്ന് ഉംറ കൊണ്ടുപോയിട്ടില്ലല്ലോ, ഒന്ന് അവിടെ കൊണ്ടുപോയില്ലല്ലോ, ഒന്ന് ലുലു മാൾക്കെങ്കിലും കൊണ്ടുപോയിക്കൂടെ? ഇതൊക്കെയല്ലേ നമ്മളെ പെണ്ണുങ്ങൾ പറയണത്. സുബ്ഹാനല്ലാഹ്. എത്രയോ ആളുകൾ ICU നിന്ന് പോന്ന് വീട്ടിൽ പോരാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക അല്ലേ? ആശുപത്രി കിടക്കുന്നൊന്ന് വീട്ടിൽ എത്തിയാൽ മതിയായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് വേറെടുക്കയിൽ എത്താനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അനുവദിച്ച ഹലാലുകൾ ആസ്വദിക്കാം, അതിനൊന്നും പ്രയാസമല്ല. പക്ഷെ നന്ദിയോടുകൂടെ, ഒരു പരാതിയായിട്ട് പറയരുത്, ഒരു ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലാവരുത്. നന്ദിയോടെ ശുക്റിന്റെ വാക്കുകളാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയാണ് നിഅമത്തുകൾ നമ്മുടെ ശരീരത്തിൽ തന്നിട്ടുള്ളത്, എത്ര നിഅമത്തുകളാണ്.
മഹാനായ യൂനുസ് ഇബ്നു ഉബൈദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ വന്ന കഷ്ടപ്പാട് പറഞ്ഞപ്പോഴാണ് മഹാനായ യൂനുസ് ഇബ്നു ഉബൈദ് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചത്, നിന്റെ കണ്ണിന് പകരം 1,00,000 ദീനാർ തന്നാ നിന്റെ കണ്ണിങ്ങോട്ട് തരാൻ നീ സമ്മതിക്കോ? നമ്മൾ കൊടുക്കുവോ? അത് കണ്ട് കിഡ്നി ഇപ്പം കൊടുക്കും, എൻ്റെ ഒന്ന് സ്പെയർ ആണല്ലോ എന്ന് പറയുന്നത്. കണ്ണ് കൊടുക്കുവോ? നമ്മുടെ കാല് മുറിച്ചു കൊടുക്കുവോ? കൈ മുറിച്ചു കൊടുക്കുവോ? കാത് മുറിച്ചു കൊടുക്കുവോ? എത്ര തരാന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുവോ? കൊടുക്കൂല. അപ്പൊ എന്താ അതിനർത്ഥം? കോടികൾ വിലമതിക്കുന്ന സാധനം നമ്മൾ ഈ കൊണ്ടടക്കുന്നത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? യൂനുസ് ഇബ്നു ഉബൈദ് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു, നിന്റെ നിന്റെ 2 കൈകൾക്ക് പകരം 1,00,000 തന്നാൽ നീ കൊടുക്കുമോ? കൊടുക്കില്ല. എന്തോ കഷ്ടപ്പാട് പറയാൻ വേണ്ടി വന്ന ആളാ. നിന്റെ 2 കാലോടെ വെച്ച് പോകുമോ? 1,00,000 തരാം. പറ്റില്ല. അപ്പൊ പറഞ്ഞു, എടോ നീ അറിയണോ നിന്റെ അടുത്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് നിന്റെ കൈകളിൽ സമ്പാദ്യമുണ്ട്, എന്നിട്ടും നീ പരാതി പറയാണോ? ഒരു വീഡിയോ അങ്ങനെ കണ്ടേ, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? കണ്ണ് കാഴ്ചക്കുറവുള്ള പപ്പടം വെക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, 2 കൈയും സ്വാധീനക്കുറവുള്ള ഈ 2 കൈയും കാലുണ്ടായിട്ട് നമ്മൾ എങ്ങനെയാ യാചിക്കാന്ന് ചോദിച്ച് ഒരുപാട് ആളുകളൊക്കെ സഹായിച്ചു എന്ന് കേട്ടു. മാഷാ അല്ലാഹ്. ആ ഒരു മനുഷ്യന്റെ ലിസാനൻ ഷാക്കിറ, ശുക്ർ ചെയ്യുന്ന കൽബും അള്ളാഹുവിനെ ഓർക്കുന്ന നാവുമാണത്. കണ്ടില്ലേ, ആയിരക്കണക്കിന് ആളുകൾ നിമിഷ നേരം കൊണ്ട് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ക്യാൻസറിന്റെ ചികിത്സക്കും വീടിനുമായി ആളുകളുടെ സഹായം. എവിടെ നിന്ന് ഈ സഹായം വന്നു? അള്ളാഹു മുഅ്മിനീങ്ങളും അല്ലാത്തവരുമാരുടെ ഹൃദയത്തിൽ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തതാ. നേരെ മറിച്ച് യാചിക്കാൻ ഇറങ്ങിയിരുന്നെങ്കിൽ മരണം വരെ യാചിച്ചാലും ആൾ ഉദ്ദേശിക്കുന്നിടത്തിന്റെ പകുതിക്ക് എത്താൻ പറ്റില്ലായിരിക്കാം. പക്ഷേ ഇസ്തിഗ്നാ അനിന്നാസ്, ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങണ്ട, എന്റെ കാര്യം അള്ളാഹു ഏറ്റെടുക്കട്ടെ. അതാണ്, പരാതി പറയല്ലേ. വല്ലാത്തൊരു അത്ഭുതമുള്ള ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. ചെറുപ്പക്കാരൻ നിലമ്പൂർ ഭാഗത്തോടെയാണ് അല്ലേ? ഈ 2 കയ്യും, എങ്ങനത്തെ 2 കയ്യും കാലും, നടക്കാൻ പ്രയാസമുള്ള കയ്യും കാലും, കണ്ണിന് 50% കാഴ്ച കുറവ്, എന്നിട്ട് പറയാം 2 കയ്യും 2 കാലൊക്കെ അള്ള തന്നില്ലേ, പിന്നെ എങ്ങനെ ആൾക്കാരോട് യാചിക്കുക? എനിക്കിഷ്ടമല്ല, ഞാൻ അധ്വാനിച്ച് പപ്പടം വിറ്റ് ജീവിക്കട്ടെ. ഒരു ദിവസത്തെ വരുമാനം 200 രൂപ, ബസ്സും ടാക്സി ഫെയറും കഴിഞ്ഞാൽ പിന്നെ എന്തായിരുന്നു ബാക്കി ഉണ്ടാവുക? സുബ്ഹാനല്ലാഹ്. لسانا ذاكرا وقلبا شاكرا ليتخذ احدكم قلبا شاكرا. അല്ലാഹുവിനെ നന്ദി ചെയ്യുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടാവട്ടെ. അല്ലാഹു നമുക്കത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ടാണ് സ്വഹാബിയായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നത്, അസ്വിഹ്ഹതു അൽ മുൽക്ക്, ആരോഗ്യം രാജാധികാരമാണ്. മുഅ്മിനെ, ആരോഗ്യം രാജാധികാരമാണ്. ഒരു രാജാവിന് അധികാരമുണ്ട്, കാശുണ്ട്, ആരോഗ്യമില്ല. അയാൾ ആഗ്രഹിക്കുന്നത് തൻ്റെ വീട് അടിച്ചു വാരാൻ വരുന്ന ആ ഒരു ഭൃത്യന്റെ ആരോഗ്യം തന്ന് എൻ്റെ രാജാധികാരം മുഴുവൻ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നു. അങ്ങനെ ചിന്തിക്കുക. നമ്മൾ പോലും ഒരു നേരം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ICUയിൽ കിടക്കുകയാണ്, ഡോക്ടർമാർ കൈയൊഴിഞ്ഞിരിക്കുകയാണ്, ഓക്സിജൻ മൂക്കിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഓർമ്മ ബാക്കിയുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നവരറിയുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നില്ല, ഗ്ലാസിൻ്റെ കൂട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ്. ആ റൂമിലേക്ക് വരുന്ന ഡോക്ടറോ പരിചാരകരായ ആളുകളോ ദൈവതുല്യം കാണുന്ന ആളുകളുണ്ടോ? പടച്ചവനെ, അവിടെ അടിച്ചു വാരാൻ വരുന്ന ഏതെങ്കിലും അവിടുത്തെ വൃത്തിയാക്കാൻ വരുന്ന ഒരാളെ കാണുമ്പോഴെങ്കിലും ആലയിക്കൂടെ എൻ്റെ ഈ സമ്പാദ്യവും എല്ലാം ഞാൻ കൊടുക്കാം റബ്ബേ, ഈ ഒരു മനുഷ്യൻ്റെ ആരോഗ്യം എനിക്ക് തന്നൂടെ? പക്ഷെ ചിന്തിച്ചു പോകൂലേ? എത്ര വലിയ മുതലാളിയാണെങ്കിലും നമ്മുടെ ആരോഗ്യത്തോളം വലിയ സമ്പാദ്യമുണ്ടോ? ഇത് കൊണ്ടു നടക്കുമ്പോഴാണ് എൻ്റെ വീട് പണി തീർന്നിട്ടില്ല, എൻ്റെ വീടിന് തേച്ചിട്ടില്ല. ഞാൻ കൂട്ടത്തിൽ ഉസ്താദുമാരുടെ കാര്യം ഞാൻ പറയണം. ഒന്ന് വെച്ചാൽ ഞാനും അതിൽ പെട്ട ആളായതുകൊണ്ട് ഗൾഫിലേക്കൊക്കെ ഒരുപാട് ആൾക്കാർ വിസിറ്റ് വരുന്നുണ്ട്, പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അധികം വരുന്നതും 35 വയസ്സായ ഉസ്താദുമാർ. പേരുണ്ടാക്കണം, കുറച്ച് അധ്വാനിക്കാൻ സമയമായിട്ടല്ലോ. കോഴ്സ് കഴിഞ്ഞപ്പോഴേക്ക് 25 കല്യാണം കഴിഞ്ഞ് 30 ആകുന്നില്ലേ ഉള്ളൂ. ഇനി കുറച്ചു കാലം അധ്വാനിക്കണ്ടേ? പിരിവിട്ടാൽ കിട്ടും, ശരി തന്നെയാണ്. അതിലൊക്കെ ഒരു ഇജ്ജത്ത് വേണ്ടേ? അത്യാവശ്യങ്ങൾ കുടുങ്ങിയ ആളുകളുണ്ട്, അവരെ പറ്റിയല്ല. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ, മഹല്ലിൽ ജോലിയാണ്, അത്യാവശ്യം കഴിവ്, അള്ളാഹു ആരോഗ്യം തന്ന ആളുകൾ. ആരോടായി ചോദിക്കണത്? 20-25 കൊല്ലം ബാച്ചിലർ റൂമിൽ കിടന്നിട്ട് 4 കട്ടിലും 3 കട്ടിലും വെച്ചിട്ട് കിടക്കണ സാധുക്കളായി 10-20 റിയാലും ദിർഹം എടുത്തിട്ട് കൊടുക്കുന്നത് ആർക്ക്? നല്ല ആരോഗ്യമുള്ള മനുഷ്യന്മാർക്ക്. നമ്മളത് ചെയ്യല്ലേ? നമ്മുടെ ഇജ്ജത്ത് വെച്ച് കളിക്കല്ലേ? ഉസ്താദുമാർക്ക് ഒരു ഇജ്ജത്ത്, ഇൽമിന് ഒരു ഇജ്ജത്തുണ്ട്, നമ്മളത് കളഞ്ഞു കുളിക്കല്ലേ? ദയവ് ചെയ്ത് കുടുങ്ങിയവരെ നമ്മൾ സഹായിക്കണം. പ്രയാസമുള്ള അവരെ പറ്റിയല്ല പറഞ്ഞത്, രോഗികൾ അതല്ല, നല്ല ആരോഗ്യമുള്ള ആൾക്കാരെ. 1-ാം നില കഴിഞ്ഞ് 2-ാം നില തേച്ചിട്ടില്ല വീട്, ഇതൊക്കെ പരാതികൾ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയൊന്നും ആവല്ലേ. മനുഷ്യന്മാരുടെ മനസ്സിന് വേദന വരും. സാധാരണക്കാരത് പറയൂല. സാധാരണക്കാർ പറയാം, ഉസ്താദന്മാരല്ലേ എങ്ങനെ ഇതൊക്കെ പറയാം.
അതുകൊണ്ടാണ് ഗൾഫിലെത്തിയ പല നാട്ടുകാരും പരിചയക്കാരും ഫോൺ ഓഫാക്കണത്. ഉസ്താദ് വന്നിക്കണടാ, കാര്യം പോക്കാട്ടോ. അതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചതാ. ഇങ്ങനെയൊന്നല്ല ആലിമ്യങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ഇസ്തിഗ്നാഉൻ അനിന്നാസ്. നമ്മൾ ഖനാഅത്തിനെ പറ്റി പോരെ, നമ്മൾ ശുക്റിനെ പറ്റി പോരെ. നമ്മുടെ ജീവിതത്തിൽ അത് ഇല്ലാഞ്ഞ പിന്നെ എന്താ കാര്യം? അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും മനസ്സിലായി, ഞാനടക്കം. അതുകൊണ്ട് ഞാൻ പറയാണ്, നമ്മളൊക്കെ അങ്ങനെ ആവേണ്ടത്. അല്ലാഹു തആല ശാക്കിരീങ്ങളാക്കി തരട്ടെ. നിഅമത്ത്, ആരോഗ്യം വലിയ നിഅമത്തല്ലേ? ആരോഗ്യത്തോളം വലിയ സമ്പാദ്യം വേറുണ്ട്? നമുക്ക് അധ്വാനിച്ചൂടെ, ജോലി ചെയ്തൂടെ? അല്ലാഹു തആല അവൻ്റെ പരീക്ഷണമായി വല്ലതും നമുക്കൊരിക്കലും ജോലി ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിയാൽ ലാ സമഹല്ലാഹ്, അങ്ങനെ സംഭവിക്കാണ്ടിരിക്കട്ടെ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ല. അതുകൊണ്ട് അസ്സുഹ്ഹത്തു വൽ മുൽക്ക്, രാജാധികാരം ഏറ്റവും വലിയ നിഅമത്താണ്. ഏറ്റവും വലിയ നിഅമത്താണ്. ഏറ്റവും വലിയ നിഅമത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിഅമത്തുകൾ നിലനിർത്താൻ പറഞ്ഞ അള്ളാഹുവിൻ്റെ പ്രതിവിധി, നിങ്ങൾ നന്ദി ചെയ്യൂ, ഞാൻ നിലനിർത്തി തരാം. ആരോഗ്യമുണ്ട്, ഇബാദത്ത് ചെയ്യൂ, റബ്ബിനെ ശുക്ർ ചെയ്യ്. അള്ളാഹു കടുത്ത പരീക്ഷണങ്ങൾ നൽകാതെ അള്ളാഹു സംരക്ഷിക്കും. അള്ളാഹു നമ്മെ സംരക്ഷിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മഹാനായ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി, രണ്ടുപേരും ഹദീസ് പണ്ഡിതന്മാർ. ചില രാവുകളിൽ ഇരുന്ന് ചെലവഴിക്കുന്നത് രണ്ടുപേരും ഓർക്കുകയാണ്. യതദാഖറാനി നിഅമല്ലാഹി അലൈഹിമാ മിനൽ ലൈലി ഇല സ്വബാഹ്. രാത്രി മുതൽ നേരം വെളുക്കുന്നവരെ അള്ളാഹു നമുക്ക് ഇന്ന നിഅമത്ത് ചെയ്തില്ലേ, ഇന്നത് ചെയ്തില്ലേ എന്ന് പറഞ്ഞ് ഓർത്ത് നേരം വെളുക്കുന്നവരെ നിഅമത്തുകളെ ഓർത്തുകൊണ്ടിരിക്കുന്ന സദസ്സുകളെ സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങളും മഹാനായ സുഫിയാനു സൗരി തങ്ങളും ഇരുന്ന് രാവുകൾ ചില സമയത്ത് തള്ളി നീക്കും. നിഅമത്തുകളെ സംബന്ധിച്ച് ഓർക്കാൻ, അഹങ്കരിക്കാനല്ല. എത്രയോ നിഅമത്തുകൾ അള്ളാഹു നമുക്ക് തരാതിരുന്നത് നമ്മളെ അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ പേരിലാണ്. ഒരുപക്ഷെ നമുക്ക് തരാത്ത സമ്പാദ്യങ്ങളെങ്ങാനും അള്ളാഹു നമുക്ക് നൽകുകയും നമ്മുടെ സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും നമുക്ക് അള്ളാഹുവിൽ നിന്ന് അകലാനാണ് അത് കാരണമാകുന്നതെങ്കിൽ ആ നിഅമത്ത് നമുക്ക് ശാപമല്ലേ, നമുക്ക് അപകടമല്ലേ? എത്രയോ സമ്പാദ്യം ഇല്ലാതിരുന്ന കാലത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടിരുന്നവരെ, ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ കാലത്ത് നന്ദിയുള്ളവരായി ജീവിച്ചിരുന്ന ആളുകൾ അല്ലാഹു തആല സൗഭാഗ്യം നൽകി കഴിഞ്ഞതിന് ശേഷം തിന്മയുടെ വഴികൾ തെരഞ്ഞെടുത്തു പോയിട്ടില്ലേ? അതുമാത്രമല്ല, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു വേണ്ട എന്ന് വെച്ച വിഷയം, വറാവദതുഹുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹ അയ്യമാ ശമമി. സ്വർണവും വെള്ളിയും ആ മലകളായി ഹബീബേ ഞങ്ങൾ നിങ്ങൾക്ക് മാറിത്തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഹബീബിനെ കൊടുക്കാതിരുന്നത്, എനിക്ക് തന്നില്ലാത്തതിൽ ഞാൻ എന്തിനാണ് പരാതിപ്പെടുന്നത്? അങ്ങനെ ചിന്തിക്കണമത്രേ. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. മഹാനായ അബൂ ഹാസിം റഹ്മത്തുള്ളാഹി അലൈഹി, അബൂ ഹാസിം റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ അബൂ ഹാസിം എന്നവരെ ഹദീസ് പണ്ഡിതനാണ്. മഹാനായ അബൂ ഹാസിം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുന്നു, യാ അബാ ഹാസിം മാ ശുക്റുൽ ഐനൈൻ. രണ്ട് കണ്ണുകൾക്ക് അല്ലാഹുവിനോട് എങ്ങനെയാ ശുക്ർ ചെയ്യേണ്ടത്? നമ്മളൊക്കെ ശ്രദ്ധിക്കാം. ഇൻ റഅയ്ത ബിഹിമാ ഖൈറൻ അലൻതഹു. നമ്മുടെ കണ്ണുകൊണ്ടൊരു നന്മ കണ്ടാൽ, ഒരു നല്ലത് കണ്ടാൽ അത് നമ്മൾ എടുത്തു പറയാം. വഇൻ റഅയ്ത ബിഹിമാ ശർറൻ സതർതഹു. നമ്മുടെ കണ്ണുകൊണ്ട് ഒരിക്കലും ഒരാളുടെ ജീവിതത്തിന്റെ സ്വകാര്യതകൾ അറിയേണ്ടി വന്നാൽ, രഹസ്യമായ തിന്മകൾ അറിയേണ്ടി വന്നാൽ, സതർതഹു, നീ അറിഞ്ഞവനാണ്, പക്ഷേ പരസ്യപ്പെടുത്തരുത്, മൂടി വെക്കണം. അത് കണ്ണുകൊണ്ട് ചെയ്യേണ്ട ശുക്റാൻ. കണ്ണെന്ന് പറയുമ്പോൾ ക്യാമറയുടെ കണ്ണും എന്നതിന് ബാധകമാണ്. ഏതെങ്കിലും ഒരു തെറ്റ് കാണുന്നിടത്ത് ഫോക്കസ് ചെയ്ത് അത് മാത്രം സൂം ചെയ്തിട്ട് തിന്മകളെ ഹൈലൈറ്റ് ചെയ്യുന്ന കാലമാണിത്. ഭയങ്കര വിഷമം തോന്നും. സോഷ്യൽ മീഡിയകളിലൊക്കെ വിദ്യാർത്ഥികളുടെ മത്സരം ദാൽഹുദയിൽ നടന്നിട്ട് അതിലെ ഒരു സ്കിറ്റിന്റെ പേരിൽ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിയ ആളുകളെ മഹാനായ സയ്യിദുൽ ഉലമാദിന്റെ വിശദീകരണം കൊടുത്തു, ക്ഷമാപണം പറഞ്ഞു. ഞാൻ ചോദിക്കുന്നതല്ല, മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് എന്ന ലോകം അറിഞ്ഞ മഹാനായ പണ്ഡിതൻ വഫാത്തായപ്പോ
ചരമകോളത്തിൽ കൊടുത്ത് അവരോട് അനുഭാവമുള്ള ഒരു മന്ത്രി അനുശോചിച്ചു എന്ന് 4 വരി കൊടുത്ത് ആ മഹാന്റെ മഹത്വം ഇടിച്ചു താഴ്ത്തിയ ആളുകളാണ് പേജുകളോളം എഴുതാൻ ഇതുപോലെയുള്ള വിഷയങ്ങൾക്ക് സ്പേസ് ചെലവഴിക്കുന്നത്, സമയം ചെലവഴിക്കുന്നത്. മുഖ്യധാരാ പത്രങ്ങൾ മുഴുവനും മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ വിയോഗത്തിന്റെ സങ്കടം എല്ലാ കേരളത്തിലെ മുസ്ലിം അമുസ്ലിം മാനേജ്മെന്റുകൾ നടത്തുന്ന എല്ലാ പത്രങ്ങളും ഫ്രണ്ട് പേജിൽ അച്ചുനിരത്തി മഹാനവറുകളുടെ വിയോഗത്തിന്റെ വിവരം ആലോകരെ വിളിച്ചറിയിച്ചപ്പോഴേ ചരമകോളത്തിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് എന്തെങ്കിലും വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ ഒരു തെറ്റ് സംഭവിച്ചാൽ അതിന്റെ പേരിൽ പർവ്വതീകരിച്ച് പാരഗ്രാഫുകളോളം എഴുതാൻ അവർക്ക് സ്പേസ് ഉണ്ടായെങ്കിൽ ഇതാ സുഖം പത്രപ്രവർത്തനമല്ല, ഇതാ സുഖം കൽബിന്റെ ഉള്ളിൽ കിടക്കുന്ന ദുഷ്ടമായ ചിന്തകളാണ്, നന്ദിയില്ലാത്ത പ്രവർത്തനങ്ങളാണിത്. എത്ര കാലമാണ് ഇതൊക്കെ കൊണ്ടു നടക്കുന്നത്? ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് നന്മ കണ്ടാൽ നിങ്ങൾ ആ നന്മയെ എടുത്തു പറയുകയും തിന്മ കണ്ടാൽ മറച്ചു വെക്കുകയും ചെയ്യണം. ഇത് മനുഷ്യൻ അള്ളാഹുവിനോട് ചെയ്യുന്ന, സ്വന്തം ശരീരത്തിന്, അറിവിന്, കണ്ണുകൾക്ക്, ചിന്തകൾക്ക് നമ്മൾ ചെയ്യുന്ന ശുക്റാണെന്ന് മഹാനായ അബൂ ഹാസിം റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു. ഫമാ ശുക്റുൽ ഉദുനൈൻ, 2 ചെവികളുടെ ശുക്ർ എന്താണ്? ഇൻ സമിഅത ബിഹിമാ ഖൈറൻ വഅയ്തഹു, ആ 2 ചെവികൾക്ക് നന്ദിയുണ്ട്. ആ ചെവി കൊണ്ട് നന്മ കേൾക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം, ഉള്ളിലേക്ക് എടുക്കണം, ഹിഫ്ദ് ചെയ്യണം. വഇൻ സമിഅത ബിഹിമാ ശർറൻ ദഫഅതഹു, നമുക്ക് കേൾക്കാൻ അരുതാത്തത്, കേൾക്കാൻ പാടില്ലാത്തത്, ഒരു മനുഷ്യനും കേൾക്കാൻ പാടില്ലാത്തത് നമ്മുടെ ചെവിയിലൂടെ കേൾക്കേണ്ടി വന്നാൽ അതൊരിക്കലും അവിടെ വെച്ചേക്കല്ലേ, അത് തള്ളിക്കളയെ. ഇത് ചെവിയോട് ചെയ്യുന്ന ശുക്റാൻ. ഫമാ ശുക്റുൽ യദൈൻ, 2 കൈകളുടെ നന്ദി എന്താണ്? ലാ തഅഖുദു ബിഹിമാ മാ ലൈസ ലഹുമാ, അള്ളാഹു നമുക്ക് അനുവദിക്കാത്തതൊന്നും നമ്മുടെ കൈകൊണ്ട് തൊട്ടുപോവല്ലേ. അത് അന്യന്റെ സമ്പാദ്യമാവാം, ആധാരമാവാം, 2 സെന്റ് ഭൂമിയാവാം, വീടിന്റെ ആധാരമാവാം, ഇന്ന സ്ഥലത്ത് ഇന്ന അവകാശം, എനിക്ക് ഇത് വേണം എന്ന് പറഞ്ഞ് അനർഹമായത് ചോദിച്ചു വാങ്ങല്ലേ, അനർഹമായതിൽ ചെന്ന് ഇടപെടല്ലേ. നമ്മുടെ കൈ കൊണ്ട് തൊടാതിരിക്കുന്നത്. വലാ തംനഅ ഹഖ്ഖൻ ലില്ലാഹി ഹുവ ഫീഹിമാ, അല്ലാഹുവിന് അർഹതപ്പെട്ട അവകാശമുണ്ട് നമ്മുടെ സമ്പാദ്യത്തില്, നമ്മുടെ സമ്പത്തിൽ, അത് പിടിച്ചു വെക്കുകയും അരുത്. ഇത് 2 കൈകൾക്കുള്ള നന്ദിയാണ്. ഫമാ ശുക്റുർ റിജ്ലൈൻ, 2 കാലുകളുടെ നന്ദി എന്താണ്? ആ 2 കാലുകളുടെ നന്ദി, ആ 2 കാലുകളെ കൊണ്ടും അല്ലാഹുവിന്റെ ത്വാഅത്തിലേക്കല്ലാതെ, അനുസരണയിലേക്കല്ലാതെ നടക്കരുത്. ഫമാ ശുക്റുൽ ബത്നി, വയറിന്റെ നന്ദി എന്താണ്? എന്താണ് വയറിന്റെ നന്ദി? അയ്യകൂന അസ്ഫലഹു തആമൻ വഅലാഹു ഇൽമാ, നമ്മുടെ വയർ, ബത്തുൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കിടക്കുന്നത്, ആമാശയം മാത്രമല്ല. അതിന്റെ നന്ദി എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഉൾഭാഗത്തിന്റെ അടിഭാഗം, വയറിന്റെ അടിഭാഗം ഭക്ഷണമാവുകയും അതിന്റെ മീതെ ഇൽമുണ്ടാവുകയും ചെയ്യാം. ഇൽമ് ഖൽബിലാണ് വേണ്ടത്. ഖൽബിലേക്ക് ഇൽമ കയറുമ്പോഴാണ് ആ ഖൽബിന്റെ ആതിഫത്ത് കൊണ്ട്, ഈമാൻ കൊണ്ട് അതിനെ മിക്സ് ചെയ്യാൻ പറ്റൂ. ഇന്ന് ഇൽമുകൾ ബ്രെയിനിലേക്കാണ് കയറുന്നത്, ഇന്ന് ഇൽമ ഹിഫ്ളാണ് കയറുന്നത്. അവര് സർസാരിങ്ങളായിട്ട് സനദടക്കം റിവായത്തുകളും അതുപോലെ കോട്ടുകളും ആയത്തുകളും ഉദ്ധരിക്കാൻ കഴിയും. പക്ഷേ ഖൽബിന്റെ ഉള്ളിൽ ഈമാനുമായിട്ട് ഇൽമിന് ബന്ധമുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഖൽബുമായി ടച്ച് ചെയ്യുന്ന ഇൽമ് വേണമെന്ന് മഹാനായ അബൂ ഹാസിം തങ്ങൾ പറയുന്നത്. അത് മുതഅല്ലിമീങ്ങൾ എന്ന ആയത്തിൽ പഠിക്കേണ്ട വാക്കാണ്. സമയദൈർഘ്യം കൊണ്ട് ഞാൻ മാറുകയാണ്. ഫമാ ശുക്റുൽ ഫർജി, ഒരു മനുഷ്യന്റെ ജനനേന്ദ്രിയത്തിന് ശുക്റുണ്ട്. ഒരു മനുഷ്യന്റെ ജനനേന്ദ്രിയം ആണായാലും പെണ്ണായാലും അതിന്റെ ശുക്ർ എന്താണെന്ന് ചോദിച്ചപ്പോ അബൂ ഹാസിം തങ്ങൾ ഓതിക്കൊടുക്കുകയാണ് സൂറത്തുൽ മുഅ്മിനൂൻ. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, മുഅ്മിനീങ്ങൾ അവരുടെ ഗുഹ്യ സ്ഥാനങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ, അവനവന്റെ ഭാര്യ, അവനവന്റെ സഹധർമ്മിണി. അടിമ സമ്പ്രദായം ഉണ്ടായിരുന്ന കാലത്ത് അടിമ സ്ത്രീകൾ, അവരുമായുള്ള ശാരീരിക ബന്ധം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടായിരുന്നു.
എന്നത് പ്രസക്തമല്ല. എന്നാൽ സ്വന്തം ഭാര്യയിലല്ലാതെ തൻ്റെ വൈകാരികമായ ആഗ്രഹങ്ങൾ നിർവഹിക്കാതിരിക്കലാണ് ഒരു മനുഷ്യൻ ജനനേന്ദ്രിയത്തോട് ചെയ്യുന്ന നന്ദി. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭർത്താവ് മനുഷ്യന്റെ നൈസർഗികമായ വൈകാരികമായ ആ ശമനത്തിന് ഇതല്ലാതെ മറ്റൊരു പരിഹാരം അന്വേഷിച്ച് ആരെങ്കിലും പോയാൽ അല്ലാഹു വെച്ച നിബന്ധനകളെ, അതിർത്തി വരമ്പുകളെ മറികടന്നവരാണവർ. സൂറത്തുൽ മുഅ്മിനൂനിൽ വളരെ കർക്കശമായി അല്ലാഹു പറയുന്നു, ഇതെല്ലാം മനുഷ്യൻ അവനവന്റെ ശരീരത്തിന് ചെയ്യുന്ന ശുക്റാൻ, നമ്മുടെ അവയവങ്ങൾക്ക് ചെയ്യുന്ന ശുക്റാൻ. നമ്മൾ എത്രയാ അല്ലാഹുവിനോട് നന്ദി പറയേണ്ടത്. സുജൂദ് ശുക്റുണ്ട്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി തങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷമുള്ള കാര്യം വന്നാൽ ഹബീബായ തങ്ങൾ നേരെ സുജൂദിൽ വീഴുമായിരുന്നു. ശുക്റൻ ലില്ലാഹ്. സുജൂദ് ശുക്ർ ശാഫിഈ മദ്ഹബിൽ അത് സാദാ സുജൂദുകളെ പോലെ ഖിബ്ലയിലേക്ക് മുന്നിട്ട് ത്വഹാറത്തോടുകൂടെ വുദൂഓടുകൂടെ ചെയ്യേണ്ട സുജൂദാണ്. മറ്റു മദ്ഹബുകളിൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരുടെയും അബൂ ഹനീഫ തങ്ങളുടെയും മദ്ഹബിൽ ഈ വിഷയങ്ങളിൽ സുജൂദ് ശുക്ർ ചെയ്യുന്ന സമയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. വുദൂ ഇല്ലാതെ തന്നെ ചെയ്താലും സ്വഹീഹാകുമെന്ന് പറഞ്ഞവരുണ്ട്. നമ്മുടെ മദ്ഹബ് അങ്ങനെയല്ല. സ്വഹീഹായ നമ്മുടെ മദ്ഹബിന്റെ സ്വഹീഹായ അഭിപ്രായത്തിൽ വുദൂഓടുകൂടെ മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും വുദൂ സുന്നത്ത. ഏതെങ്കിലും ഒരു ശുക്ർ, അല്ലാഹുവിന് നന്ദി ചെയ്യേണ്ട ഒരു നല്ല കാര്യം വന്നു, ഏതെങ്കിലും ഒരു അതിക്രമികാരിയായ മനുഷ്യൻ അല്ലാഹു ഇവിടുന്ന് ഭൂമിയിലോന്ന് കൊണ്ടുപോയി, ഒരു നിഅമത്ത് അല്ലാഹു ഇങ്ങോട്ട് കൊണ്ടുതന്നു, തനിക്കൊരു കുഞ്ഞ് ജനിച്ചു, കുഞ്ഞ് ജനിക്കാതെ വർഷങ്ങളായി കാത്തിരിക്കുകയാണ്, ഏതെങ്കിലും പ്രയാസങ്ങൾ നീങ്ങില്ല എന്ന നിരാശയിൽ കഴിഞ്ഞിരിക്കാൻ പ്രയാസം അല്ലാഹു നീക്കി തന്നാൽ ഉടനെ ഖിബ്ലയിലേക്ക് മുന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി സുജൂദിൽ വീണ് സുജൂദിലെ ദിക്റുകൾ ചൊല്ലി സലാം വീട്ടിയിട്ട് എഴുന്നേൽക്കുന്ന സുജൂദ് ശുക്ർ. ഇത് അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ ചെയ്തിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ വെച്ച് സജദ ലില്ലാഹി ശുക്റാ, അല്ലാഹുവിന് ശുക്റിന്റെ സുജൂദ് ചെയ്തിട്ടുണ്ട്. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഖവാരിജുകളുടെ നേതാവായിരുന്ന ദസ്സദിയ എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടപ്പോ അലി റളിയല്ലാഹു അൻഹു സുജൂദ് ശുക്ർ ചെയ്തിട്ടുണ്ട്. സ്വഹാബിമാർ അത് ചെയ്യാറുണ്ട്. അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാണ് അത് സുജൂദ് ശുക്ർ. നാവ് കൊണ്ടുവരുന്നത്, ഇബാദത്ത് കൊണ്ടുവരുന്നത്. ഏതായിരുന്നാലും അല്ലാഹുവേ നന്ദി റബ്ബേ, സർവത്ര നന്ദി. ഒരു ഹദീസ് കൂടെ പറയട്ടെ. ഒരു ദിവസം നേരം വെളുത്താൽ എത്രയാണ് അല്ലാഹു നിഅമത്ത് തരുന്നത്. ആ നിഅമത്തുകൾക്ക് മുഴുവൻ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തി ഓരോന്നിനും ശുക്ർ ചെയ്യാൻ കഴിയുമോ? നമ്മൾ നടന്നു വരുന്ന കാൽവെപ്പിന് നന്ദി പറയണ്ടേ? കാണുന്ന ഓരോ വസ്തു കാണുമ്പോഴും നമ്മൾ ശുക്ർ ചെയ്യണ്ടേ? ഓരോന്ന് കേൾക്കുമ്പോഴും നമ്മുടെ സെൻസറി ഫാക്കൽറ്റി, കേൾക്കാനുള്ള നമ്മുടെ കാതിൻ്റെ കഴിവ് നമ്മൾ ഓർത്തുപോവുകയാണ്. അതിനൊക്കെ നന്ദി ചെയ്യണ്ടേ? നേരം വെളുത്താൽ ഒരു ദിക്ർ പറഞ്ഞു തന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാരെങ്കിലും ചൊല്ലിയ ഫഖദ് അദ്ദാ ശുക്ര യൗമിഹി, ആ ദിവസത്തെ ശുക്ർ അയാൾ ചെയ്തു എന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞു. ആ ദിക്ർ നമ്മൾ പഠിച്ചു വെക്കുക. അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹദക ലാ ശരീക ലക ഫലകൽ ഹംദു വലകശ് ശുക്ർ. ഇത് നിർബന്ധമായും പഠിച്ചു വെക്കുക. രാവിലെ പറയാ, വൈകുന്നേരം അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹദക ലാ ശരീക ലക ഫലകൽ ഹംദു വലകശ് ശുക്ർ. അല്ലാഹുവേ, ഇന്നത്തെ ദിവസം എനിക്ക് കിട്ടിയതും ഈ ഭൂമി ലോകത്തുള്ള എൻ്റെ സഹജീവികളായ കൂടെയുള്ള സർവ്വ സൃഷ്ടികൾക്കും നീ നൽകിയ അനുഗ്രഹങ്ങളും അത് നിന്നിൽ നിന്ന് മാത്രമാണ്. അല്ലാഹുവേ, ഫലകൽ ഹംദു വലകശ് ശുക്ർ, നിനക്കാണ് നന്ദി റബ്ബേ, നിനക്കാണ് സ്തുതി എന്നാരെങ്കിലും പറഞ്ഞാൽ ഫഖദ് അദ്ദാ ശുക്ര യൗമിഹി, ആ ദിവസം ചെയ്യേണ്ട നന്ദി അയാൾ ചെയ്തു കഴിഞ്ഞു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൈകുന്നേരമായാൽ അസ്ബഹ എന്ന വാക്കിന് പകരം അംസാ. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹദക ലാ ശരീക ലക ഫലകൽ ഹംദു വലകശ് ശുക്ർ. അല്ലാഹു നമ്മെ ശുക്ർ ചെയ്യുന്നവരാക്കി തരട്ടെ. മുഅ്മിനേ, നമ്മുടെ ചിന്തയിൽ ശുക്ർ വരട്ടെ, നമ്മുടെ
പ്രവർത്തനങ്ങളിൽ, നമ്മുടെ വാക്കുകളിൽ, ഇടപെടലുകളിൽ ശുക്ർ വരട്ടെ. അള്ളാഹു നമുക്ക് അള്ളാഹുവിൻ്റെ ശാക്കിരീങ്ങളായ വളരെ കുറച്ചാളുകളെ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ, അക്കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. ഒരൊറ്റ ഹദീത്ത് കൂടെ പറയുന്നു, സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഒരൊറ്റ ഹദീത്ത്, സൗതാനി മൽഊനാനി ഫിദ്ദുനിയാ വൽ ആഖിറ, രണ്ട് ശബ്ദം ദുനിയാവിലും ആഖിറത്തിലും ശപിക്കപ്പെട്ടതാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹം എന്ന് പറയുന്ന ഒരു നിഅമത്ത് അള്ളാഹു നൽകുമ്പോഴേ നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്ന ദിവസമാണത്. കൊച്ചുകുട്ടികൾ പാട്ടുപാടിയിട്ട് ദഫുമുട്ടി പാട്ടുപാടിയാൽ അതിനൊന്നും വിരോധമില്ലെന്നും അത് സാധാരണഗതിയിൽ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട് വേണ്ടതാണെന്നും, കൊച്ചുമക്കളുടെ മുതിർന്ന ആളുകൾ സ്റ്റേജ് കെട്ടിപ്പാടുന്നതോ ആണും പെണ്ണും കൂടിക്കലരുന്ന പരിപാടികളോ മ്യൂസിക് പരിപാടികളോ അല്ല ഇത്. നമ്മൾ വല്ലാത്ത സന്തോഷത്തിന്റെ ഒരു ദിവസം അള്ളാഹുവിന് നന്ദി ചെയ്യുന്നതോടുകൂടെ നന്ദി കേടായി പോകുന്നുണ്ട്. ശ്രദ്ധിക്കാൻ വേണ്ടി ഹദീസ് ഓർമ്മപ്പെടുത്തുകയാണ്. സൗതാനി മൽഊനാനി ഫിദ്ദുനിയാ വൽ ആഖിറ, രണ്ട് ശബ്ദങ്ങൾ ഈ ലോകത്തും പരലോകത്തും ശപിക്കപ്പെട്ടതാണ്. മിസ്മാറുൻ ഇൻദ നിഅമത്തിൻ, ഒരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മൾ മ്യൂസിക് ഉപയോഗിക്കുന്നത്. മിസ്മാറുൻ ഇൻദ നിഅമത്തിൻ, ഒരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ മ്യൂസിക് ഉപയോഗിക്കുന്നത്. വറന്നതുൻ ഇൻദ മുസീബ, അല്ലാഹു വല്ല മുസീബത്തുകളും തരുമ്പോൾ വാവിട്ട് നിലവിളിച്ച് കരയുന്നതും. ആ രണ്ട് ശബ്ദങ്ങളും ദുനിയാവിലും പരലോകത്തും ശപിക്കപ്പെട്ടതാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ വിവാഹ സദ്യകളിലും കല്യാണത്തിന്റെ തലേരാവുകളിലും മൈലാഞ്ചി ദിനങ്ങളിലാവുകളിലും ഒക്കെ കഴിഞ്ഞു പോയ മുട്ടിപ്പാട്ടുകളും മ്യൂസിക്കുമൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ, അള്ളാഹു നമുക്ക് മാപ്പ് തരട്ടെ. ഇവിടെ നിന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കുക, അള്ളാഹുവിന് ഇഷ്ടമല്ലത് സൗതാനി മൽഊനാൻ, അള്ളാഹ് ശപിച്ചതാണെന്ന് പരിശുദ്ധ നബി എന്താ പറഞ്ഞത്? ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും മിസ്മാറുൻ ഇൻദ നിഅമ, ഒരു അനുഗ്രഹമുള്ളിടത്ത് മ്യൂസിക് ഉപയോഗിക്കുക, അല്ലാത്തത് തന്നെ പറ്റില്ല. ഒരു നിഅമത്തിന് ശുക്ർ ചെയ്യണ്ടേ. അവിടെ അള്ളാഹുവിന് ഇഷ്ടമല്ലെന്നും പിശാചിന്റെ ഖുർആനാണെന്നും അള്ളാഹു പറഞ്ഞതാണ്, മുത്തനബി ഞങ്ങൾ പഠിപ്പിച്ചതാണ്. മ്യൂസിക്, ആ ശബ്ദം ഒരു നിഅമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അള്ളാഹുവിന്റെ ശാപം കിട്ടാൻ ഇടയാവും. വറന്നതുൻ ഇൻദ മുസീബ, ഒരു പ്രയാസം വരുമ്പോൾ വാവിട്ട് നിലവിളിച്ച് കരയുന്ന കരച്ചിലും അറിയാതെ സങ്കടപ്പെടുന്ന കരച്ചിലല്ല, വാവിട്ട് നെഞ്ചിലടിച്ച് വസ്ത്രം പിടിച്ചു കീറി അക്ഷമ കാണിച്ചുള്ള കരച്ചിൽ അള്ളാഹുവിന്റെ ശറ അനുവദിച്ചിട്ടില്ല. മുഅ്മിനെ, ആണുങ്ങളെ പെണ്ണുങ്ങളെ, അല്ലാഹു തആല നിഅമത്തുകൾക്ക് നന്ദി ചെയ്യുന്നവരായി, അള്ളാഹുവിനോടുള്ള നന്ദി സർവത്ര നന്ദി. അല്ലാഹുമ്മ മാ അംസാ ബിനാ മിൻ നിഅമത്തിൻ ഔ ബിഅഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലകൽ ഹംദ്. അദ്കാറു സ്വബാഹ് വൽ മസാ. ഹിസ്നുൽ മുസ്ലിം എന്ന ചെറിയൊരു കിതാബുണ്ട്. ഹിസ്നുൽ മുസ്ലിം, ദ ഫോർട്രസ് ഓഫ് മുസ്ലിം, ഒരു മുസ്ലിമിന്റെ കോട്ട എന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്, നെറ്റിലൊക്കെ കിട്ടും. അദ്കാറു സ്വബാഹി വൽ മസാ, അല്ലെങ്കിൽ ഒന്ന് ബുക്ക് സ്റ്റോപ്പിൽ പോയിട്ട് വാങ്ങിക്കുക. രാവിലെയും വൈകുന്നേരവും ചൊല്ലാനുള്ള ദിക്റുകളുണ്ട്. മഗ്രിബിന്റെ മുമ്പും ശേഷവും, സുബ്ഹിക്ക് നിസ്കാരത്തിന് മുമ്പും ശേഷവും ആ ദിക്റുകൾ പതിവാക്കുക. നമുക്ക് ജീവിതത്തിൽ ശുക്ർ ചെയ്യാനുള്ള എളുപ്പ വഴികളാണത്. അള്ളാഹു നമ്മെ ശാക്കിരീങ്ങളാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്രമങ്ങളും സ്വീകരിക്കട്ടെ. അള്ളാഹുവിന്റെ മുസീബത്തുകളും അള്ളാഹു നൽകുന്ന വലിയ വലിയ പരീക്ഷണങ്ങളും ഈ ഉമ്മത്തിന് വരാതെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇവിടുത്തെ